കീഹോൻ തിയോളജിക്കൽ സെമിനാരിയുടെ പ്രവർത്തനങ്ങൾ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗ്രാജുവേഷനെ പറ്റിയൊക്കെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രാജുവേഷൻ നടക്കുവാനായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കർത്താവ് ക്രമീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സൈമൻ സാറിനെയും മറ്റ് ഉത്തരവാദിത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിസ്ത്യൻ ലീഡർഷിപ്പാണ് പഠിച്ചു വന്നത്. നമുക്കിത് കൂടാതെ 2 ക്ലാസ്സും കൂടെ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കും. ഇതുവരെ നമ്മൾ ലീഡർഷിപ്പ് എന്താണ്, ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്താണ്, ലീഡർഷിപ്പിൽ നാം ഡെവലപ്പ് ചെയ്യേണ്ട ക്വാളിറ്റി ആയിട്ടുള്ള അതിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ മറ്റുള്ളവരിൽ നാം ചെലുത്തുന്ന ഇൻഫ്ലുവൻസിൻ്റെ ലെവൽസ് എന്തൊക്കെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. അതിനുശേഷം നമ്മൾ മറ്റൊരു പോർഷൻ നമ്മൾ പഠിച്ചത് നമ്മുടെ ലീഡർഷിപ്പിൽ നമ്മുടെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ പ്രയോറിറ്റീസ് കണ്ടെത്താൻ കഴിയും, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, ലെസ് ഇമ്പോർട്ടൻ്റ് ഏതാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. മറ്റൊന്ന് നമ്മൾ ചിന്തിച്ചത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ഓഫ് ലീഡർഷിപ്പ് ഈസ് ഇൻറ്റഗ്രിറ്റി. ഏക മനസ്സുള്ളവരായിട്ട്, പരമാർത്ഥ ഹൃദയമുള്ളവരായി ഒരു ലീഡർ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. പിന്നീട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതോടുള്ള ബന്ധത്തിൽ ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് ചേഞ്ച്, മാറ്റത്തിന് വിധേയമാകുവാൻ സന്നദ്ധത ഉണ്ടായിരിക്കണം, ക്രിയേറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കണം. മാറ്റം പലപ്പോഴും ആളുകൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ നാം ലീഡ് ചെയ്യുന്ന എൻറ്റിറ്റിക്ക്, ചർച്ച ആയാലും മറ്റ് സ്ഥാപനങ്ങളായാലും അതിന് വലിയ ഡെവലപ്മെന്റ് ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ കണ്ടു. അതുപോലെ ഒരു ലീഡറിൻ്റെ ക്വാളിറ്റി എന്തൊക്കെയായിരിക്കണം? അവൻ സ്പിരിറ്റ് ഫിൽഡ് ആയിരിക്കണം, അതുപോലെ സ്പിരിച്വൽ ആയിരിക്കണം, അതുപോലെ സെർവൻഹുഡ് കീപ്പ് ചെയ്യുന്ന ആളായിരിക്കണം. അത് നമുക്ക് ന്യൂ ടെസ്റ്റമെന്റിന്റെ വെളിച്ചത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. ഓൾഡ് ടെസ്റ്റമെന്റിൽ കർത്താവ് വിളിച്ച ദൈവത്തിന്റെ ദാസന്മാർക്കും അതേ മനോഭാവം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയും. ഇത് നമ്മൾ വിശുദ്ധ പൗലോസിന്റെ ദർശനം, ലീഡർഷിപ്പിനെ കുറിച്ച് വിശുദ്ധ പൗലോസിന്റെ ചിന്ത എന്തായിരുന്നു? പോളൈൻ തോട്ടിൽ, പൗലോസിന്റെ ചിന്തയിൽ ലീഡർഷിപ്പ് എന്താണ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്താണ് പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം പൗലോസിന്റെ ദർശനം, ലീഡർഷിപ്പിനെ കുറിച്ചുള്ള പൗലോസിന്റെ ദർശനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രാരംഭമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അതിനുശേഷം ലീഡർഷിപ്പ് ഡെവലപ്മെന്റിനെ കുറിച്ച് നമുക്ക് സമയം ഉണ്ടെങ്കിൽ പഠിക്കാം, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചിന്തിക്കാം. നമ്മൾ നോക്കുമ്പോൾ വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതത്തിൽ താനൊരു ലീഡർഷിപ്പ് ട്രെയിനിങ്ങിലൂടെ കടന്നുപോയി. അത് താൻ പറയുന്നുണ്ട്, മാനുഷികമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പും മാനുഷികമായിട്ടുള്ള ഒരു ട്രെയിനിങ്ങും അല്ലായിരുന്നു. ശിഷ്യന്മാരൊക്കെ കർത്താവിനോട് കൂടെ നടന്ന് 3.5 വർഷം കർത്താവിങ്കിൽ നിന്ന് നേരിട്ട് കേട്ട് പരിശീലനം ലഭിച്ചവരാണ് ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ. എന്നാൽ പൗലോസിന്റെ ദൈവവിളിയുടെ സമയം, പൗലോസിന് ദൈവത്തിന്റെ വിളി ലഭിക്കുന്ന സമയം, പൗലോസിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ താന് ഒരു ലീഡറായിരുന്നു. കർത്താവ് തന്നെ വിളിക്കുന്ന സമയത്ത് താനൊരു ലീഡറായിരുന്നു. സെൻഹദ്രീം എന്ന ന്യായാധിപ സംഘത്തിൽ, യഹൂദ ന്യായാധിപ സംഘത്തിൽ അംഗമായി ഒരു റിലീജിയസ് ലീഡറായി നമുക്ക് പൗലോസിനെ കാണാൻ കഴിയും. അതുമാത്രമല്ല, ഒരു റബിക്ക് തുല്യമായിട്ടുള്ള റബിയായിരുന്നു.
റബിക്ക് തുല്യമായിട്ടുള്ള തിരുവെഴുത്തുകളുടെ പാണ്ഡിത്യം, ഇബ്രായ തിരുവെഴുത്തുകളുടെ വലിയ പാണ്ഡിത്യമുണ്ടായിരുന്ന ആളായിരുന്നു. എബ്രായ തിരുവെഴുത്തുകളുടെ പ്രാവീണ്യം ഉണ്ടായിരുന്നു. അതുപോലെ യഹൂദ മതത്തിൽ ഉന്നതമായ സ്ഥാനം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, താന് ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ വ്യക്തിയുമായിരുന്നു. ആ കാലത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന വ്യക്തിയുമാണ്. എന്നാൽ പൗലോസ് ലീഡർഷിപ്പിലേക്ക് കർത്താവ് വിളിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് തന്നെ പറയുന്നുണ്ട്, എന്നെ വിളിച്ചതും എൻ്റെ തെരഞ്ഞെടുപ്പും ഒന്നും മാനുഷികമല്ല, മനുഷ്യരാലുമല്ല, കർത്താവിനാൽ അത്രേ, ദൈവത്താൽ അത്രേ എന്ന് ഗലാത്യലേഖനം ആരംഭിക്കുമ്പോഴൊക്കെ താൻ അത് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം താൻ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ അറേബ്യയിലേക്ക് പോയി കർത്താവിനോട് കൂടെ ആയിരുന്നു. ഏകദേശം 3 വർഷം ദൈവസാന്നിധ്യത്തിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ധ്യാനത്തിലും വചനപഠനത്തിലും ആത്മസാന്നിധ്യത്തിലും ഒക്കെ ഉറ്റിരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ലീഡറായിരുന്ന വ്യക്തി ശ്രേഷ്ഠനായ ലീഡറായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തൻ്റെ മാനുഷികമായ എല്ലാ കഴിവുകളും നല്ലൊരു അപ്പോസ്തലനാകാനുള്ള, ലീഡറാകാനുള്ള യോഗ്യതകൾ ഉണ്ടായിരുന്നിട്ടും കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുവാനുള്ള സമർപ്പണവും അതിനുവേണ്ടി സമയം വേർതിരിക്കുകയും ചെയ്തത് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് പിന്നീട് പറയുന്നത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തതെന്തെന്നാൽ, അപ്പൊ തൻ്റെ അറിവിലോ തൻ്റെ ബുദ്ധിയിലോ തൻ്റെ തിരുവെഴുത്തുകളിലുള്ള ജ്ഞാനത്താലോ ലഭിച്ച കാര്യങ്ങൾ അല്ല താന് പങ്കുവയ്ക്കുന്നത്. പിന്നീടുള്ള ലേഖനങ്ങളൊക്കെ വായിച്ചാൽ നമുക്കറിയാം, ലേഖനങ്ങളിൽ തൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ഒരു തെളിവുണ്ടെങ്കിലും ദൈവ വെളിപ്പാടുകളുടെ വലിയ സാന്നിധ്യം നമുക്ക് കാണാം. തിരുവെഴുത്തുകളെ ദൈവ വെളിപ്പാടുകളാക്കി രൂപാന്തരപ്പെടുത്തിയാണ് എബ്രായ ലേഖനമൊക്കെ എഴുതുന്നത്. എബ്രായ ലേഖനം ഒക്കെ എത്രമാത്രം ശ്രേഷ്ഠകരമായ ആശയമാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. റോമാലേഖനം അങ്ങനെയാണ്, ഗലാത്യ ലേഖനം അങ്ങനെയാണ്. യഹൂദ മതത്തിന്റെ അടിവേരുകൾ അറുത്തു കളയുന്ന രീതിയിലുള്ള പുതിയ നിയമ ചിന്തകൾ, എബ്രായ മതസ്ഥരായ ആളുകൾ അനുവർത്തിച്ചു വന്ന ആശയങ്ങളെ കർത്താവിൻ്റെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ വളരെ പ്രാഗൽഭ്യത്തോടുകൂടി അതിനെ വേർതിരിച്ച് മനസ്സിലാക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന ദൈവകൃപയെ ന്യായപ്രമാണത്തിൽ നിന്നും വേർതിരിച്ച് മനസ്സിലാക്കുവാൻ പൗലോസിന്റെ ലേഖനങ്ങൾ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസിന്റെ ലേഖനങ്ങളെ പത്രോസ് എൻഡോഴ്സ് ചെയ്യുന്നത്, അംഗീകരിക്കുകയാണ്. മറ്റുള്ള തിരുവെഴുത്തുകൾ പോലെ പൗലോസിന്റെ രചനയും ഗ്രഹിക്കുവാൻ പ്രയാസമാണ് എന്ന് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ മറ്റുള്ള തിരുവെഴുത്തുകൾ പോലെ എന്ന് പറഞ്ഞാൽ ഇതും തിരുവെഴുത്താണോ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ തിരുവെഴുത്തുകളായി അംഗീകരിക്കപ്പെട്ട നിലവാരത്തിലേക്ക് പൗലോസിന്റെ രചനകളെ കൊണ്ടുവരുവാൻ, എൻ്റെ അപ്പോസ്തലത്വത്തിന്റെ അടയാളം മുദ്ര നിങ്ങളല്ലയോ എന്ന് ചോദിക്കത്തക്കവണ്ണം അപ്പോസ്തോലിക അധികാര ശുശ്രൂഷയുടെ തെളിവുകൾ നിരത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഒരു നേതൃത്വത്തിന്റെ സ്വഭാവ യോഗ്യതകളെപ്പറ്റി എഴുതുവാനും പറയുവാനും ഒക്കെ വളരെ യോഗ്യതയുള്ള ഒരാളാണ് പൗലോസ് എന്ന് നമുക്കറിയാം. തൻ്റെ മാനുഷിക യോഗ്യതകളേക്കാൾ കൂടുതൽ ദൈവികമായ യോഗ്യതകൾ തനിക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് തനിക്ക് അതിന് യോഗ്യതയുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രചോദനത്താലാണ് തൻ്റെ ശുശ്രൂഷകൾ മുമ്പോട്ട് പോയതെന്ന് നമുക്കറിയാം. ആധുനിക കാലത്തും അതുതന്നെയാണ് ആവശ്യമായിരിക്കുന്നത്. അറിവിന്റെ വലിയ കുതിച്ചുകയറ്റം ഉണ്ടായ ഈ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവിനാലാണ് നാം പ്രചോദിതരാകേണ്ടത്. ഒരു ക്രിസ്ത്യൻ ലീഡർ ആത്മനിവേശിതനായി
ആത്മശക്തിയുള്ളവനായി മുമ്പോട്ട് പോകണമെന്ന് പൗലോസിന്റെ ജീവിതം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് പറയുന്ന യോഗ്യതകൾ, അതിന്റെ ഒരു കീ വേഴ്സായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 2 മുതൽ 7 വരെയാണ്. നമ്മൾ ഇടയലേഖനങ്ങളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ആ ഭാഗങ്ങൾ കുറച്ച് വിശദമായിട്ട് ചിന്തിച്ചതാണ്. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാച് വന്ന് ശിക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. നിന്ദയിലും പിശാചിന്റെ ഗണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കും. അപ്പൊ സഭയോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുമ്പോൾ പുതിയ നിയമ ലീഡേഴ്സിനെ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് അധ്യക്ഷൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അധ്യക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന പദം മൂപ്പന്മാർ എന്നും മറ്റു ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. മൂപ്പന്മാർ സഭയുടെ നേതൃത്വം വഹിക്കുന്ന ആളെന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ആ അധ്യക്ഷനാണ് പിന്നീട് പ്രസ്ബിറ്റർ എന്നും ബിഷപ്പ് എന്നും ഒക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം, ആരംഭ കാലഘട്ടത്തിൽ ഒരു സഭയുടെ പാസ്റ്ററെ അധ്യക്ഷൻ എന്ന് വിളിച്ചിരുന്നു, മൂപ്പൻ എന്ന് പറഞ്ഞിരുന്നു, ബിഷപ്പ് എന്ന് വിളിച്ചിരുന്നു. എന്നാൽ 2-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ബിഷപ്പ് എന്ന് പറയുന്ന പദവി പല സഭകളുടെ ഉത്തരവാദിത്വമുള്ള വ്യക്തികളിലേക്ക്, അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ച് ആക്കിയത്. അതിന് ഒരുപക്ഷെങ്കിൽ ചില കാരണങ്ങളും കൂടെയുണ്ട്. സാമുദായിക സഭകളിൽ ഉള്ള പല പരിചയങ്ങൾക്കും ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട്. അപ്പം ഒരു അധ്യക്ഷന്റെ സഭ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അടുത്ത സ്ഥലങ്ങളിലൊക്കെ സഭകൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ ചില ആളുകളെ പ്രാർത്ഥിച്ച് നിയോഗിച്ചിരുന്നു. അവരൊന്നും വലിയ പരിശീലനം ലഭിച്ചവരൊന്നും ആയിരുന്നില്ല. പക്ഷെ ഈ മൂപ്പനാണ് അതിൻ്റെയൊക്കെ അധ്യക്ഷത വഹിച്ചിരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത്. അപ്പൊ മേൽനോട്ടം വഹിച്ചിരുന്ന ആളെന്നുള്ള നിലയിൽ ഓവർസിയർ, മേൽനോട്ടക്കാരൻ, പ്രസ്ബിറ്ററോസ്, അങ്ങനെയൊക്കെയുള്ള പദങ്ങളിൽ അവരെ അറിയപ്പെട്ടിരുന്നു. അതുകൊണ്ട് പല സഭകളുടെ ഉത്തരവാദിത്വമുള്ള വ്യക്തിയെ, കാരണം ഈ പുതിയ ശുശ്രൂഷകന്മാർക്ക് ഒരു പക്ഷെങ്കിൽ ഇത്രത്തോളം പ്രാഗൽഭ്യമോ ശുശ്രൂഷാ പരിചയമോ ഇല്ലാത്തത് കൊണ്ട് അവരുടെ മേൽനോട്ടത്തിലാണ് വളർന്നു വന്നത്. നമുക്കറിയാം, അപ്പോസ്തലന്മാരെ വിളിച്ച് കൈവെപ്പ് സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത ചില പരിചയങ്ങൾ നമുക്ക് അപ്പോസ്തല പ്രവർത്തികളിൽ കാണാം. അപ്പം അപ്പോസ്തലിക ശിഷ്യന്മാരായിട്ടുള്ള ഈ മൂപ്പന്മാർക്ക്, അല്ലെങ്കിൽ ബിഷപ്പ്മാർക്ക്, അല്ലെങ്കിൽ ഈ ചീഫ് പാസ്റ്റർക്ക് എല്ലാ സ്ഥലങ്ങളിലും, അവരുടെ അധീനതയിലുള്ള എല്ലാ സഭകളിലും ചെല്ലുവാനായിട്ട് പലപ്പോഴും കഴിയത്തില്ല. ഒരേ സമയത്ത് പലയിടത്തും ചെല്ലാനൊക്കത്തില്ല. എന്നാൽ അവരുടെ ശുശ്രൂഷ ആവശ്യവുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വികാരി എന്നുള്ള ആ ഒരു രീതി വന്നത്. എന്താണെന്ന് അറിയാമോ? ബിഷപ്പിന് വേണ്ടിയാണ് വികാരി ശുശ്രൂഷിക്കുന്നത്. അങ്ങനെയാണ് എപ്പിസ്കോപ്പൽ സംവിധാനത്തിലെ ഒരു സങ്കല്പം. ഈ എണ്ണ പൂശുക,
തൈലം അഭിഷേകം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിൽക്കാലത്ത് വരുന്നതിനുള്ള ഒരു കാരണം ബിഷപ്പിന് എല്ലായിടത്തും പോയി, അല്ലെങ്കിൽ ഈ പ്രെസ്ബിറ്റർക്ക് എല്ലായിടത്തും പോയി പ്രാർത്ഥിക്കാനൊന്നും കഴിയത്തില്ല. അതിനുള്ള സാധ്യതയില്ലാത്തത് കൊണ്ട് ബിഷപ്പിന്റെ കൈകളാൽ ആശീർവദിക്കപ്പെട്ട എണ്ണ കൊടുത്തുവിടുകയും അത് പിന്നീട് തൈലാഭിഷേകമായിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ സഭകളിൽ വന്നു ഭവിച്ചതാണ്. അപ്പം ഇതെല്ലാം ആരംഭത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചില റെലവൻസോടും കൂടി ആരംഭിച്ചതാണെങ്കിലും അതിൻ്റെ ദുഷിച്ച രൂപങ്ങളാണ് പിന്നീട് സഭകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ അധ്യക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക, സഭയുടെ പ്രാഥമികമായിട്ടും സഭയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന പാസ്റ്ററെയാണ് യഥാർത്ഥത്തിൽ ആരംഭകാലത്ത് ബിഷപ്പ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ ഇന്ന് നമ്മൾ ബിഷപ്പ് എന്ന് പറയുന്നില്ല, പാസ്റ്റർ എന്ന് തന്നെയാണ് പറയുന്നത്. പാസ്റ്റർ എന്ന് പറയുന്ന ആൾ ആ ലോക്കൽ ചർച്ചിന്റെ ലീഡറാണ്. ആ ചർച്ചിന്റെ ലീഡർ എന്ന് പറഞ്ഞാൽ ആ സഭയുടെ അധ്യക്ഷനും ദൈവികമായ എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ അധികാരപ്പെട്ട വ്യക്തിയും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പൗലോസ് ഇവിടെ പറയുന്ന അധ്യക്ഷന്റെ യോഗ്യതകളിൽ അതിനെ നമുക്ക് പല ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ സാമൂഹികമായിട്ടുള്ള ബന്ധമാണ്. സാമൂഹിക ബന്ധം നമുക്ക് ആ വാക്യങ്ങളിൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കാണാം. മറ്റുള്ളവരെ പുറമേ ഉള്ളവരോടൊക്കെ നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഭയിലുള്ളവരോട് ഉള്ള ബന്ധത്തിലും മറ്റുള്ളവരുള്ള ബന്ധത്തിലും ഒരു നേതാവ് കുറ്റം പറയുവാനൊന്നും ഇല്ലാത്തവനായിരിക്കും. ദ ലീഡർ ടു ബി എബോവ് റിപ്രോച്ച്, അപവാദങ്ങൾക്ക് അതീതനായിരിക്കണം എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് മറ്റുള്ളവരോടുള്ള നല്ല റിലേഷൻഷിപ്പിലായിരിക്കണം ബിൽഡപ്പ് ചെയ്യേണ്ടത്. മറ്റുള്ളവരോടുള്ള ബന്ധം വളരെ നല്ല ബന്ധം ആയിരിക്കുവാനായിട്ട് ശ്രമിക്കണം. സുവിശേഷത്തോടും സഭയോടും എതിരുള്ള ആളുകൾക്ക് ആയുധം കൊടുക്കുന്ന രീതിയിലുള്ള കുറ്റങ്ങളൊന്നും ഉണ്ടാകുവാൻ പാടില്ല. ഒരു നേതാവിനെതിരെ, ഒരു ലീഡറിനെതിരെ ഒരാളൊരു കുറ്റാരോപണം നടത്തിയാൽ ആ കുറ്റാരോപണം അവന്റെ സുവിശേഷത്തിന് വേണ്ടിയുള്ള നല്ല യോഗ്യതയായിരിക്കും. ഇന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്കറിയാമല്ലോ, സുവിശേഷ വേലക്കാരെ ഉപദ്രവിക്കുകയും ജയിലിലിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വിശ്വാസികളെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്തോ അവരുടെ കുറ്റം? അവർ പ്രാർത്ഥിക്കുന്നു, അവരെ ആരാധിക്കുന്നു, അവർ സുവിശേഷം പറയുന്നു. ഇതാണ് അവരുടെ മേലുള്ള കുറ്റം. അപ്പൊ ദോഷകരമായ, അപവാദപരമായ ഒരു കുറ്റം ഉണ്ടാകുവാൻ പാടില്ല. നമ്മെ ഒരാൾ കുറ്റം വിധിച്ചാൽ അത് നാം സുവിശേഷം പറയുന്നു എന്നുള്ളതിന്റെ പേരിലാണെങ്കിൽ അവിടെ ദൈവനാമം മഹത്വപ്പെടും. നമ്മെ ഒരാൾ കുറ്റപ്പെടുത്തിയാൽ അത് നിരപവാദ്യമായിരിക്കണം. ഒരിക്കലും ശത്രുവിന് അവസരം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായിരിക്കരുത്. അതുപോലെ സഭയ്ക്ക് വെളിയിലുള്ള ആളുകളുള്ള ബന്ധവും അതുപോലെ തന്നെ ആയിരിക്കണം. ഇടപാടുകളും സംസാരങ്ങളും ഒക്കെ സൽപ്പേര് കൊണ്ടുവരുന്ന ഒരു ബന്ധമായിരിക്കണം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ സാമൂഹിക ബന്ധങ്ങളിൽ നിരപവാദ്യമായ സ്വഭാവമുള്ളവനായിരിക്കണം, നിർമ്മതനായിരിക്കണം, ജിതേന്ദ്രനായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൗലോസ് ഇവിടെ പറയുന്നു. രണ്ടാമത്തേത് സാന്മാർഗികമായ യോഗ്യതകളാണ്, മോറൽ ക്വാളിറ്റീസ്.
സാൻമാർഗിക യോഗ്യത. സാൻമാർഗികമായ യോഗ്യതകൾ, ധാർമ്മിക യോഗ്യതകൾ എല്ലാവർക്കും ബാധകമാണ്. ലീഡേഴ്സിന് മാത്രമല്ല, എല്ലാവർക്കും ബാധകമാണ്. അവിടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മാതൃകയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മദ്യപാനം, വഴക്ക് കൂടുക, തല്ലുകാരനായിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിവുള്ളവനായിരിക്കണം. അപ്പം തൻ്റെ ജീവിതത്തെ ഒരു വിശുദ്ധിയുടെ സാക്ഷ്യത്തോടുകൂടി സൂക്ഷിക്കുവാൻ ഒരു ലീഡറിന് കഴിയും. അപ്പോൾ ഒന്നാമത്തേത് തൻ്റെ സോഷ്യൽ ക്വാളിറ്റിയാണ്. രണ്ടാമത്തേത് തൻ്റെ മോറൽ ക്വാളിറ്റിയാണ്. മൂന്നാമത്തേത് മെന്റൽ ക്വാളിഫിക്കേഷനാണ്. മെന്റൽ ക്വാളിഫിക്കേഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മസംയമനമുള്ളവനായിരിക്കണം. ആത്മസംയമനമുള്ളവനായിരിക്കണം, ജിതേന്ദ്രനായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു സന്തുലിതമായ മനസ്സിന്റെ ഉടമയായിട്ട് വിവേകത്തോടുകൂടി പെരുമാറുന്നവനായിരിക്കണം. ബുദ്ധിപരമായും വിവേകത്തോടുകൂടിയും പെരുമാറുവാൻ കഴിവുള്ളവനായിരിക്കണം ഒരു ലീഡർ. ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് സുബോധത്തിന്റെ അരക്കച്ചയും തീവ്രവികാരങ്ങളുടെ കടിഞ്ഞാണും ഉണ്ടായിരിക്കണമെന്ന്. സുബോധത്തിന്റെ അരക്കച്ച, സുബോധം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ തീവ്രവികാരങ്ങളെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാനും കഴിവുള്ളവനായിരിക്കണം. യവനായരായ ആളുകൾ, ഗ്രീക്കുകാരായ ആളുകൾക്ക് ഈ വിധത്തിലുള്ള അച്ചടക്കത്തോടു കൂടിയുള്ള സ്വഭാവത്തെ അവർ വളരെയധികം മാനിച്ചിരുന്നു, വില കൽപ്പിച്ചിരുന്നു. അച്ചടക്കവും വിവേകവും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ തകർന്നു പോകുന്ന രീതിയിലുള്ള വൈകാരിക ഭാവങ്ങളൊക്കെ ഒരുപക്ഷെങ്കിൽ നമുക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു നേതാവ് ബഹുമാന്യനാകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെന്റൽ ക്വാളിഫിക്കേഷൻ, മാനസികമായിട്ട് തൻ്റെ സ്വഭാവം മെച്ചപ്പെട്ടതായിരിക്കണം എന്ന് പൗലോസ് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പം മാനസികമായിട്ടുള്ള ഉത്തേജനം കൊടുക്കുവാനും ആത്മികമായിട്ടുള്ള പ്രബോധനം നൽകുവാനും ഒരു ക്രിസ്തീയ നേതാവിന് കഴിയണമെന്നാണ്. അത് വെറും ടീച്ചിങ് അല്ല. ഒരു ആത്മിക നേതാവിൻ്റെ പ്രബോധനങ്ങൾ ഒരു അധ്യാപനമല്ല, ഒരു പഠിപ്പിക്കൽ മാത്രമല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് തങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനത്തോടുകൂടി മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നതാണ് ഒരു ക്രിസ്തീയ നേതാവിൻ്റെ രീതി എന്ന് പറയുന്നത്. മറ്റുള്ളവരെ വിജയകരമായി പഠിപ്പിക്കുവാൻ, ആത്മാവിൻ്റെ ആലോചനകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയാത്ത ഒരാൾക്ക് ഒരു അധ്യക്ഷനായിട്ടിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് മാനസികമായി നല്ല ക്രമവും ചിട്ടയും ഒക്കെയുള്ള ഒരു ജീവിതശൈലി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഒരു ലീഡർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന് വ്യക്തിത്വ വിശേഷങ്ങളാണ്. തൻ്റെ വ്യക്തിത്വം അത് ദൈവികമായി രൂപപ്പെടുത്തിയെടുക്കണം. പക്ഷം പിടിക്കുന്ന സ്വഭാവമോ കുറ്റപ്പെടുത്തുന്ന സ്വഭാവമോ
മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയാത്ത സ്വഭാവവും വസ്തുതകളെ നീതിയും ന്യായവും മനസ്സിലാക്കി വിലയിരുത്തുവാൻ കഴിയുന്ന ഒരു പക്വതയൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു വ്യക്തിത്വത്തിലേക്കാണ് വരേണ്ടത്. അതുപോലെ താൻ ഒരു അതിഥിപ്രിയനായിരിക്കണം. അപരിചിതരെ പോലും സ്നേഹിതരായി കരുതണം. അപരിചിതരായിട്ടുള്ള ആളുകളെ, അതായത് ഞങ്ങളുടെ ഒരു ട്രെയിനർ ഒരിക്കൽ പറഞ്ഞതാണ്, നാം മറ്റുള്ളവരെ നോക്കി വളരെ ഗൗരവഭാവത്തോടെ പോയാൽ അവർ നമ്മളെ നോക്കിയിട്ടങ്ങ് പോകത്തേ ഉള്ളൂ. എന്നാൽ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഒന്ന് ചിരിക്കും. അതുകൊണ്ട് എല്ലാവരെയും കാണുമ്പോൾ എങ്ങനെ ചിരിച്ചുകൊണ്ട് പോകണമെന്നുള്ളതല്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പം പരിചയക്കാരുമുണ്ട് അപരിചിതരുമുണ്ട്. പരിചയക്കാരോട് ഹലോ എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ച് ചിരിച്ചൊക്കെ നിൽക്കുന്നു. അവരിങ്ങനെ അവിടെ മാറി നിൽക്കുകയാണ്. അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ അവരും ചിരിക്കും. അവരെ നോക്കിയിട്ട് നമ്മൾ വളരെ ഗൗരവത്തോടെ നിൽക്കുകയാണെങ്കിൽ അവരുടെ ഭാവം അതുപോലെ തന്നെയായിരിക്കും. അപ്പം അപരിചിതരെ പോലും സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ഹെർമാസിന്റെ ഇടയൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഹെർമാസിന്റെ ഇടയൻ, ഷെപ്പേർഡ് എന്ന് പറയുന്ന ഒരു 2-ാം നൂറ്റാണ്ടിലുണ്ടായ, അത് ഈ പുസ്തകം പുതിയ നിയമ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ ആണിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേദപുസ്തക കാനോനൊക്കെ രൂപീകരിക്കുന്നതിന് മുമ്പ് ഈ പുസ്തകവും സഭയിൽ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. തിരുവെഴുത്തുകളെ പോലെ തന്നെ വന്നതാണ്. എന്നാൽ 4-ാം നൂറ്റാണ്ടായപ്പോഴാണ് ആ പുസ്തകങ്ങളൊക്കെ അപ്പോസ്തലിക ശിഷ്യന്മാരുടെ രചനയായതുകൊണ്ട് അവയൊക്കെ മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തത്. എന്നാൽ അതിനകത്ത് വളരെയധികം സഭാ തത്വങ്ങൾ വളരെയധികം അടങ്ങിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഒരു നേതാവ് അതിഥിപ്രിയനും എല്ലായ്പ്പോഴും ദേവദാസന്മാരെ തന്റെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നവനുമായിരിക്കണം. അതിഥി സൽക്കാരത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പൗലോസ് പല ലേഖനങ്ങളിലും അതിഥി സൽക്കാരത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആളുകളുടെ വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ താൻ വളരെ വിശദമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തെ നന്നായി പരിപാലിക്കുവാൻ ഒരു ലീഡർ ശ്രദ്ധിക്കണം. അത് വിശ്വാസികളുടെ കുടുംബങ്ങളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഒരു പാസ്റ്ററുടെ അല്ലെങ്കിൽ ഒരു ലീഡറിന്റെ, അധ്യക്ഷന്റെ കുടുംബത്തിനുണ്ട്. ഒരു വിശ്വാസിയുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ ആളുകൾ കുറ്റം പറയും എന്നുള്ള വാസ്തവമാണ്. പക്ഷേ ഒരു പാസ്റ്ററുടെ വീട്ടിൽ ഒരു പ്രശ്നം സംഭവിച്ചാൽ അത് വലിയ വിഷയമാണ്. അത് ആ പ്രദേശത്തുള്ള ദൈവവേലയെയും വിശ്വാസത്തിലുള്ളവരെയൊക്കെ തകർച്ചയിലേക്കൊക്കെ കൊണ്ടുപോകും. അതുകൊണ്ട് ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ട ഒരു വലിയ വിശുദ്ധ ജീവിതമാണ് പാസ്റ്ററുടെ കുടുംബത്തിനുള്ള. വിശ്വാസികൾക്ക് TV കാണാം, വിശ്വാസികൾക്ക് സീരിയൽ കാണാം, വിശ്വാസികൾക്ക് ആരുമില്ലാത്തപ്പം ഉള്ളപ്പോഴൊക്കെ ആണെങ്കിലും സിനിമ കാണാം. സിനിമ എന്ന് പറഞ്ഞാൽ TV-ക്കകത്തൊക്കെ കാണാമെന്നല്ല ഞാൻ പറഞ്ഞത്, അവർ കാണും. പക്ഷെ പാസ്റ്റർ കാണാൻ പാടില്ല. പാസ്റ്റർ സിനിമ കാണാനിരിക്കുന്നു അല്ലെങ്കിൽ TV-യുടെ മുന്നിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആകെ വിഷയമായി. ഇപ്പോൾ പ്രാർത്ഥിക്കാനുള്ള നേരത്തെ പാസ്റ്റർ സിനിമ കണ്ടുകൊണ്ടിരിക്കും. എന്നാൽ പാസ്റ്റർ ചെല്ലുമ്പം വിശ്വാസി സിനിമ കണ്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ അതിപ്പം അല്ലേ പിള്ളേരാണ്ട് വെച്ചതാ എന്ന് പറഞ്ഞങ്ങ് മാറിപ്പോകത്തേ ഉള്ളൂ. പിള്ളേർക്ക് ടൂറിനൊക്കെ പോകാം. പക്ഷെ പാസ്റ്ററുടെ പിള്ളേർ ടൂറിന് പോയി കൈയടിച്ച് പാടുകയോ അടിച്ചു പൊളിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാസ്റ്ററുടെ മോളല്ലേ. വിശ്വാസിയുടെ പിള്ളേർക്ക് ആരും പ്രശ്നമില്ല, അവരും കൂടാ പോകുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഒരു സാമൂഹിക ബോധമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്ററും പാസ്റ്ററുടെ കുടുംബവും എങ്ങനെയായിരിക്കണമെന്നുള്ള ഒരു സാമാന്യ ബോധമുണ്ട്. ആ ബോധതലത്തെ തകർക്കുവാൻ പാടില്ല.
അതുകൊണ്ടാണ് ഈ പാഴ്സനയിലൊക്കെ വളരുന്ന കുട്ടികൾ വളരെയധികം നിയന്ത്രണങ്ങളിലാണ് വളരുന്നത്. വളരെയധികം. അപ്പൊ അതുകൊണ്ട് അവർക്ക് കൂടുതൽ കൗൺസിലിങ്ങും കൂടുതൽ എന്റർടൈൻമെന്റും കൂടുതൽ പ്രബോധനങ്ങളും ഒക്കെ ആവശ്യമാണ്. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ വർഷം, ഞാൻ നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നിരിക്കും, ചർച്ചക്കോടിന്റെ കേന്ദ്രത്തിലെ പാസ്റ്റേഴ്സിന്റെ മക്കളെ മാത്രം വിളിച്ചിട്ട് ഒരു കൗൺസിലിങ്ങും ട്രെയിനിങ്ങും ഒക്കെ കൊടുത്ത ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ വർഷമോ മുമ്പത്തെ വർഷമോ മറ്റോ. അത് എത്രത്തോളം ഫലപ്രദമായി എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം അതൊരു ഉപവാസ പ്രാർത്ഥന പോലൊക്കെയാണ് യോഗങ്ങൾ നടത്തിയത്. പക്ഷേ അതിനെ ആ കുട്ടികളെ ഡിവൈഡ് ചെയ്ത് ഏറ്റവും നല്ല കഴിവുള്ള കൗൺസിലേഴ്സിനെ, ക്രിസ്ത്യൻ കൗൺസിലേഴ്സിനെ കൊണ്ടുവന്ന് അവരെല്ലാവരും പാസ്റ്റർമാരാകാൻ വേണ്ടിയുള്ള ആഹ്വാനം കൊടുക്കുന്ന ആ ഒരു രീതി നല്ലതാണെന്ന് പറഞ്ഞാലും, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർക്ക് ധാരാളം കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനുണ്ട്. അവരുടെ പ്രശ്നങ്ങളുണ്ട്, അവരഭിമുഖീകരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്ത് അവരുടെ മാനസിക നിലയെ വളർത്തിക്കൊണ്ടു വന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അവര് കടന്നു വന്ന ആ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് കർത്താവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കത്തും. അപ്പൊ നമ്മുടെയൊക്കെ യുവജന മീറ്റിങ്ങുകളായാലും ഇപ്പം പെന്തക്കോസ്ത് കുടുംബങ്ങളിൽ തന്നെയാണെങ്കിലും ഉള്ള കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് ഒട്ടും വലിയ വ്യത്യസ്തരൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം വിശുദ്ധിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും പോകേണ്ട ഒരു ബാധ്യതയാണ് വിശ്വാസികൾക്കെല്ലാം ഉള്ളത്. അപ്പോൾ തന്നെ അതിൽ ഏറ്റവും ഉപരിയായിട്ട് ഒരു അധ്യക്ഷന്റെ കുടുംബത്തിന് ഉള്ളത്. അധ്യക്ഷന്റെ കുടുംബത്തിന് അവരുടെ വാക്കുകൾ, അവരുടെ മനോഭാവങ്ങൾ, അധ്യക്ഷന്റെ ഭാര്യയുടെ മനോഭാവങ്ങൾ, അവരുടെ യാത്രകൾ, അവരുടെ ഇടപാടുകൾ, ഇതെല്ലാം ഒരു സമൂഹത്തിന്റെ ലീഡർ എന്നുള്ള നിലയിലും ഒരു ആത്മീയ നേതാവ് എന്നുള്ള നിലയിലും സുതാര്യമായിരിക്കണം. മനുഷ്യൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എപ്പോഴും അവരുടെ മേൽ കണ്ണുണ്ട്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നിരപവാദ്യമായും കുടുംബത്തിന്റെ ഇടപാടുകളിലും ഒക്കെ കുടുംബപരമായി വളരെയധികം ശ്രദ്ധ ചെലുത്തി വേണം ഒരു ലീഡർ മുമ്പോട്ട് പോകാനെന്ന് പൗലോസ് അക്കാലത്ത് തന്നെ പറയുകയുണ്ട്. അതുപോലെ പക്വതയിലേക്ക്, ഒരു മച്യൂരിറ്റിയിലേക്ക് ഒരു ലീഡർ വരണം. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന സന്ദർഭത്തിൽ അങ്ങനെയാണ് പറയുന്നത്. പക്വതയുള്ള, യോഗ്യതയുള്ള മൂപ്പന്മാരെ സഭകൾ തോറും കണ്ടെത്തി നിയോഗിക്കണം. മറ്റൊരു ലേഖനത്തിൽ പറയുന്നുണ്ട്, പുതിയ ശിഷ്യനരുത്. അനുഭവ പരിജ്ഞാനവും പക്വതയും ഇല്ലാത്ത, ദൈവകൃപയില്ലാത്ത പുതിയ ശിഷ്യന്മാരെ അരുത് എന്ന് താൻ പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള സ്വഭാവവിശേഷമുള്ള ആളുകളെ മാത്രമേ അവിടെ സ്വീകരിക്കാവൂ എന്ന് പറയുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. പക്വതയില്ലെങ്കിൽ, സൂക്ഷ്മതയില്ലെങ്കിൽ നിഗളമുണ്ടാകും, ദ്രവ്യാഗ്രഹം ഉണ്ടാകും. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ദ്രവ്യാഗ്രഹം ഇല്ലാത്ത വ്യക്തിയായിരിക്കും. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞാലും നിഗളിച്ചു പോയാൽ പിശാചിന് വന്ന ശിക്ഷാവിധിയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി പുതിയ ശിഷ്യൻ അരുത്. നിഗള സ്വഭാവം ഉള്ള, പക്വതയില്ലാത്ത സ്വഭാവമുള്ള വ്യക്തി ആയിരിക്കുവാൻ പാടില്ല. അപ്പൊ ഈ രീതിയിലുള്ള പ്രമാണങ്ങൾക്കനുസരണമായിട്ടാണ് ഒരു ശിഷ്യന്റെ ആത്മീക പക്വത ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ പൗലോസ് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പൗലോസിന് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളെയും സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റിനെ കുറിച്ച്, റീ അറേഞ്ച്മെന്റിനെ കുറിച്ച് തൻ്റെ ലീഡർഷിപ്പ് ദർശനത്തിൽ തനിക്ക് കാഴ്ചപ്പാടുണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ പൗലോസ് തൻ്റെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ സഭകളിൽ മൂപ്പന്മാരെ നിയോഗിച്ചില്ല. കാരണം അവിടെ സഭകൾ സ്ഥാപിച്ചു, പലയിടങ്ങളിലും അവർ കൂടി വന്ന് ആരാധിച്ചു വന്നു. പക്ഷെങ്കിൽ അവർക്ക്
പലയിടത്തും മൂപ്പന്മാരുണ്ടായിരുന്നില്ല, അധ്യക്ഷന്മാരുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാരണം തന്നെയാണ്. അവരാരാധനയിലും ക്രിസ്തീയ ദൗത്യത്തിലുമൊക്കെ ഒന്ന് പരിശീലിക്കുകയും അപ്പോസ്തലിക പ്രബോധനങ്ങൾ കേൾക്കുകയും ചെയ്തതിന് ശേഷമേ അവരെ ആക്കുവാൻ പാടുള്ളൂ. ആ സഭകളിലേക്കൊക്കെ പിന്നീട് ചെന്നപ്പോൾ, രണ്ടാമത് ചെന്നപ്പോഴാണ് ആ സഭകളുമായി സഹകരിച്ച് നിൽക്കുമ്പോൾ അവിടെ പ്രാപ്തന്മാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുത്ത് പ്രബോധനം കൊടുത്ത് ഒരു ദിവസം അങ്ങോട്ട് ചെന്നിട്ട് ഒരാളിനെ അങ്ങ് ആക്കുമല്ല. അവിടെ പൗലോസ് ചെന്ന് അവരുമായിട്ട് ഇടപെട്ട് അവിടെ ആരാധനയിലും ഒക്കെ പങ്കുചേർന്ന് അവിടെ ദൈവകൃപയുള്ള സമർപ്പണമുള്ള പക്വതയുള്ള ആളുകളെ കണ്ടെത്തി അവരെയാണ് അവിടെ ഓർഡൈൻ ചെയ്ത് മൂപ്പന്മാരായിട്ട് നിയോഗിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തിമോത്തിയോസിനെയും അവൻ ദൈവഭക്തി ഉള്ളവനായിരുന്നിട്ട് പോലും വളരെ കാലത്തിന് ശേഷമാണ് തന്നെ എഫെസോസ് സഭയുടെ ഉത്തരവാദിത്വം കൊടുക്കുന്നത്. വളരെ കാലത്തിന് ശേഷമാണ്. തിമോത്തിയോസ് രക്ഷിക്കപ്പെട്ടത് ഒന്നാമത്തെ മിഷണറി യാത്രയിലാണ്. രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് അതിൻ്റെ ഒരു പകുതിയൊക്കെ ആയപ്പോഴാണ് ഒരു സഭയുടെ ഉത്തരവാദിത്വം തിമോത്തിയോസിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഒരു ലീഡർ എങ്ങനെയായിരിക്കണം എന്ന് ലോകം മനസ്സിലാക്കുന്നതിനും ഉപരിയായിട്ട്, ലോകം മനസ്സിലാക്കുന്നുണ്ട് ഒരു ലീഡർ എങ്ങനെയായിരിക്കണം, ഒരു MLA എങ്ങനെയായിരിക്കണം, ഒരു മന്ത്രി എങ്ങനെയായിരിക്കണം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഒരു ക്രിസ്ത്യൻ ലീഡർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഭൗതികമായ ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് അപ്പുറത്തായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള സാമൂഹിക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ധാർമ്മിക ബോധ്യങ്ങളും വ്യക്തിത്വമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയായിരിക്കണം ഒരു ക്രിസ്ത്യൻ ലീഡറിന് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ക്രിസ്ത്യൻ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റീസ് പൗലോസിന്റെ ദർശനത്തിൽ ഈ കാര്യങ്ങളാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് നാം നേരത്തെ വായിച്ച 1 തിമോത്തിയോസ് 3 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ നമ്മൾ വായിക്കും തോറും നമുക്ക് ആ ക്വാളിറ്റീസിൻ്റെ പ്രത്യേകതകൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതാണ് ക്രിസ്ത്യൻ ലീഡർഷിപ്പിന്റെ ഒരു വലിയ പ്രത്യേകത, അല്ലെങ്കിൽ പൗലോസിന്റെ ദർശനം അതായി. അതുപോലെ ക്രിസ്ത്യൻ ലീഡർഷിപ്പിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഗോൾഡിനെസ് ആണ്, ദൈവഭക്തി, ദൈവികത. ഒരു ക്രിസ്ത്യൻ ലീഡറിനെ കുറിച്ച് യഥാർത്ഥത്തിൽ മറ്റുള്ളവർ പറയേണ്ടത് ഹി ഈസ് ലൈക്ക് ഹിസ് മാസ്റ്റർ, അവൻ അവന്റെ യജമാനനെ പോലെയാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു സ്വഭാവ വിശേഷമാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ ഗോൾഡിനെസ് അല്ലെങ്കിൽ ദൈവഭക്തി, ദൈവികത, ആത്മീയത എന്ന് പറയുന്നത് നാം ആരായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വെളിപ്പാടും കൂടിയാണ്. നാം ആരായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ ഗോൾഡിനെസ് എന്ന് പറയുന്നത്. അപ്പൊ മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മുടെ ഗോൾഡിനെസ് മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നമ്മുടെ ആത്മീയത മനസ്സിലാക്കുവാൻ കഴിയുന്നത്? അത് നമ്മുടെ റിയൽ ലൈഫിന്റെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ, എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവർ ഗോൾഡിനെസ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്കൊരു തിക്തമായ സംഘർഷഭരിതമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ് നാം ആരാണെന്നുള്ള വസ്തുത വെളിപ്പെട്ടു വരുന്നത്. യാതൊരു പ്രശ്നവുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ സഭയിൽ തന്നെ ഇരിക്കുകയാണ്, പാട്ടും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നല്ല ആത്മീയനാണ് എന്ന് തോന്നും. എന്നാൽ ഒരു വ്യക്തി മുറ്റത്ത് വന്ന് വഴക്ക് പറയുകയും ആക്രോശിക്കുകയും എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുമ്പോൾ കയ്യിലേക്ക് അങ്ങോട്ട് മടക്കി കുത്തി ഉടുപ്പൊക്കെ അങ്ങോട്ട് ചുരുട്ടി കയറ്റി നിന്നെ ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞ് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇത്രയും നാളത്തെ പ്രാർത്ഥനയുടെയും ആത്മീയതയുടെയും ഒക്കെ ഗുണം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കും. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. ദോഷം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ അതിനേക്കാൾ വലിയ ദോഷം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്ന ആളുകൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ട ചില കാഴ്ചകൾ നിന്നടികൊള്ളുകയാണ്. ദൈവദാസന്മാർ നിന്നടികൊള്ളുക. അവർക്ക് അടിക്കാൻ തിരിച്ചടിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഈ ദൈവദാസന്മാരെ തെരുവിലിട്ടും പരസ്യയോഗ സ്ഥലങ്ങളിലും സഭകളിലും കയറി ആളുകൾ ഉപദ്രവിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുക, ആക്രോശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരൊക്കെ വളരെ പാവങ്ങളായിട്ട് പക്വതയോടെ അവിടെ മാറി നിന്ന് അടികൊള്ളുകയൊക്കെ ചെയ്യുമ്പം ഇവരറിയുന്നില്ല ഇവരെക്കാൾ വലിയ ഗുണ്ടകളായിരുന്നു ഒരു കാലത്ത് ഈ ആളുകളൊക്കെ. കർത്താവിന്റെ സ്നേഹം അവരെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നതെന്ന് അവർക്കറിയത്തില്ല. പക്ഷെ അവരുടെ പഴയ സ്വഭാവങ്ങളൊന്നും അവരെടുക്കാൻ തയ്യാറാകുന്നില്ല. ഈ നോർത്ത് ഇന്ത്യയിലും ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഒക്കെ ഉണ്ടായ സംഘർഷങ്ങളിലൊന്നും ഒരു മനുഷ്യൻ പോലും ഈ ഉപദ്രവിക്കാൻ വന്ന ആളുകളെ ചീത്ത പറയുകയോ അടിക്കാൻ തുടങ്ങുകയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെ പെരുമാറാൻ കഴിയുന്നു, നമ്മുടെ സ്വഭാവം എങ്ങനെ നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് സാമ്പത്തിക കാര്യങ്ങളിലായാലും ധാർമ്മിക കാര്യങ്ങളിലായാലും സാമൂഹികമായിട്ടുള്ള ദോഷകരമായ ഇടപാടുകളിലായാലും ഒക്കെ നമ്മൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ സ്വഭാവം ദൈവികമായ സ്വഭാവമായിട്ട് തന്നെ അതിൽ ചില നഷ്ടങ്ങൾ നമുക്കുണ്ടാകും. ആ നഷ്ടങ്ങളൊക്കെ മറുവശത്ത് ലാഭമായിട്ട് തീരുമെന്ന് കരുതുന്നവർക്ക് മാത്രമേ അങ്ങനെ ആ രീതിയിൽ ഇടപെടുവാനായിട്ട് കഴിയത്തു. അതുപോലെ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ വീഴാതിരിക്കുക. അങ്ങനെ വീണു പോകുന്ന ചില സന്ദർഭങ്ങളൊക്കെ ചിലയിടങ്ങളിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ചെറിയ ഒരു തെറ്റാണെങ്കിൽ പോലും അത് മുഴുവൻ സഭയെയും ദോഷകരമായി ബാധിക്കുന്ന ഒരു രീതിയാണ്. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ ജോസഫ് ചാക്കോ പാസ്റ്റർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ലാലു പാസ്റ്റർക്കും അറിയാമായിരിക്കും, കോട്ടയംകാരനാണ്. ഇവിടെ അടുത്തുള്ള ഒരു പാസ്റ്ററാണ്, അദ്ദേഹത്തെ എനിക്കറിയത്തില്ല. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തി. പല കാര്യങ്ങൾ പറഞ്ഞ് അഡ്മിഷൻ മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അവരത്രയും കാലം അവരൊരു ദൈവദാസനായിട്ട് ജീവിച്ചു വന്ന എല്ലാ റെപ്യൂട്ടേഷനും എല്ലാ മാന്യതയും തകർന്നടിയുന്ന രീതിയിലുള്ള ഇടപാടുകൾ. അപ്പോൾ അവരുടെ ഇന്നർ ലൈഫിൽ എങ്ങനെയായിരുന്നു? അവരുടെ ഇന്നർ ലൈഫിൽ അവർ വളരെയധികം തകർന്ന രീതിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഒരു ലീഡർഷിപ്പിലേക്ക് വരുവാനായിട്ട് പാടില്ല. ഈ മറ്റ് സഭകളിലുള്ള ഉപദേശിമാരാണെങ്കിൽ പോലും അവരെയൊക്കെ പിടിക്കുന്ന ഉടനെ ആദ്യം പത്രങ്ങളിൽ വരുന്നത് ബന്ധുക്കോസുകാരനാണ്. ബന്ധുക്കോസ് പാസ്റ്റർ, ബന്ധുക്കോസ് സഭയിലെ പാസ്റ്റർ. ബന്ധുക്കോസിലെ സഭയിലും ആയിരിക്കത്തില്ല, ബന്ധുക്കോസിലെ അംഗവും ആയിരിക്കത്തില്ല, പാസ്റ്ററും ആയിരിക്കത്തില്ല. പക്ഷെ ആത്മീയതയെ അവർ വളരെയധികം ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് മൊത്തത്തിൽ സഭയ്ക്കാണ് അതിന്റെ ദോഷം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. Godliness is an outcome of our intimate fellowship with God. Character is the fruit of godliness. Godliness എന്ന് പറയുന്നത് നമ്മുടെ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ സഹവാസത്തിന്റെ ബന്ധത്തിന്റെ ഒരു പ്രതിഫലനമാണ് എന്ന് നമുക്ക് കാണാം. ദൈവവുമായി ഏറ്റവും അടുത്ത് ഇടപെടുവാനും ദൈവികമായ കൂട്ടായ്മയിലായിരിക്കാനും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പ് കീപ്പ് ചെയ്യാനും കഴിയുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവവിശേഷമാണ് ഗോൾഡിനെസ് എന്ന് പറയുന്നത്. ആ ക്യാരക്ടർ രൂപപ്പെട്ടു വരുന്നത്
ആ ഗോൾഡിനെസ്സിൽ നിന്നുള്ള ഫലമായിരിക്കും. അതുകൊണ്ട് ഈ ഗോൾഡിനെസ്സിൽ വളർന്നു വരുവാൻ, ദൈവഭക്തിയിൽ മുതിർന്നു വരുവാൻ, ദൈവിക സ്വഭാവത്തിൽ, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിനെ പോലെ ആകുവാൻ, അല്ലെ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ, അങ്ങനെ ഒരു പാട്ടൊക്കെ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെർവൻറ്റ്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. സെർവൻറ്റ് ഈസ് ദ എസെൻഷ്യൽ ഇമേജ് ഓഫ് ക്രിസ്ത്യൻ റിലീജിയൻ. ക്രിസ്തീയ മാർഗത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് സെർവൻഹുഡാണ്. സെർവൻഹുഡാണ്. അപ്പോൾ മിഷൻ സൊസൈറ്റീസ്, ചർച്ചസ്, ഇൻഡിവിജ്വൽ ബിലീവേഴ്സ്, ഇവരെല്ലാം അവരുടെ ജീവിതത്തിൽ ഈ ഒരു പാറ്റേൺ മുമ്പോട്ട് കൊണ്ടുവരും. അപ്പൊ നമ്മളെ കാണുന്ന ആളുകൾ നമുക്ക് അവരെ സഹായിക്കാൻ ഒരു സന്നദ്ധതയുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകും. ചിലയിടങ്ങളിൽ ഈ പാസ്റ്റർമാരോട് പോലും ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ ആളുകൾ പറയത്തില്ല. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെങ്കിൽ അവര് ചില പാസ്റ്റർമാരോട് പങ്കുവെക്കുവാനുള്ള സന്നദ്ധത ഉണ്ടാകത്തില്ല. കാരണം ഒന്നുകിൽ അതിനെ അത്ര ഗൗരവമായിട്ട് എടുക്കത്തില്ല, അല്ലെങ്കിൽ ആരോടും പറയരുതെന്ന് പറയുന്ന ആ ഒരു പ്രശ്നം 2 ദിവസത്തിനുള്ളിൽ എല്ലാവരും അറിയും. വിദേശത്ത് പറയും. വിദേശത്തൊക്കെയുള്ള സഹോദരന്മാർ എല്ലാ സഭകളിലും ഉണ്ട്. അതിനിടയ്ക്ക് ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള ഒരു സഭയിലുള്ള ഒരു ചെറിയ വിഷയം ആരും അറിയരുത് എന്ന് പറഞ്ഞൊരു ആളോട് പറഞ്ഞതാണ്. അത് അധികം പേരൊന്നും അറിഞ്ഞില്ല. പക്ഷെങ്കിൽ UK ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണോ അവിടുത്തെ വിഷയങ്ങളെന്ന്. ആരോടും പറയലെന്ന് പറഞ്ഞത്. പക്ഷെങ്കിൽ എവിടെ ചെന്ന് പറഞ്ഞു? UK അറിഞ്ഞു. UK മറ്റു സഹോദരന്മാർ അറിഞ്ഞു. അവരിങ്ങോട്ട് വിളിച്ച് ഓരോരുത്തരോട് പറഞ്ഞു, ഒരു കാര്യം നമുക്ക് വിശ്വസ്തമായിട്ട് പങ്കുവയ്ക്കുവാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. മനഃപൂർവ്വമായിരിക്കത്തില്ല, പക്ഷെ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. ഒരാളൊരു രഹസ്യമായിട്ടൊരു കാര്യം പറയുവാണെങ്കിൽ അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുവാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരിക്കണം. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ, നിങ്ങളോട് മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു പോലും പറയാൻ പാടില്ല. നമുക്കൊരു പ്രശ്നമുള്ളത്, ഒരു രഹസ്യകാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരാളിനോടെങ്കിലും ഒന്ന് പറയണം. അതിങ്ങനെ മനസ്സിലിരിക്കും. പക്ഷെ അതിനെ അങ്ങനെ മനസ്സിൽ തന്നെ ഒന്ന് സൂക്ഷിച്ചടച്ചു വെക്കുവാനുള്ള പറയേണ്ടതാണെങ്കിൽ പറയാം, അല്ലാത്തതാണെങ്കിൽ പറയാതിരിക്കുക. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. A true leader is concerned with the welfare of others, not with his own comfort or prestige. ഒരു യഥാർത്ഥ ലീഡർ മറ്റുള്ളവരുടെ വെൽഫെയറിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അതൊരു കമ്പനി ആണെങ്കിലും, ഒരു സൊസൈറ്റി ആണെങ്കിലും, ഒരു ചർച്ച ആണെങ്കിലും, ഒരു പ്രസ്ഥാനമാണെങ്കിലും മറ്റുള്ളവരുടെ വെൽഫെയർ ആയിരിക്കും പ്രാധാന്യം. ചില ആളുകൾ അവരുടെ കംഫോർട്ട്, അവരുടെ പ്രസ്റ്റീജ്, ഇന്നത്തെ പല സംഘടനകളും അങ്ങനെയാണ്, അവരുടെ പ്രസ്റ്റീജ് അതിനെ സംരക്ഷിക്കുക, അതാണ് കൂടുതൽ നോക്കുക. അപ്പം എനിക്ക് രാഷ്ട്രീയമൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇതൊക്കെ പറയുന്നതാണ്, എനിക്ക് ഉമ്മൻചാണ്ടിയുടെ മുഖമാണ് മനസ്സിൽ വരുന്നത്. പ്രസ്റ്റീജ് ഒന്നും നോക്കാതെ രാവൊന്നും പകലൊന്നും ഇല്ലാതെ ജനത്തിന് വേണ്ടി ഓടി നടന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാം. അങ്ങനെയുള്ള ഒരു ലീഡറൊന്നും അടുത്ത കാലത്തൊന്നും കേരള രാഷ്ട്രീയത്തിലൊന്നും ഉണ്ടായിട്ടില്ല. സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് സുരേഷ് ഗോപി, ഒരു വേലായുധൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അപേക്ഷ തിരസ്കരിച്ച വാർത്ത ഭയങ്കര വൈറലായിട്ട് വന്നു. അദ്ദേഹം ഒരു ജനകീയനായിട്ടൊക്കെ ഒരു ആലിന്റെ തറയിലൊക്കെ ഇരിക്കുകയാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ, തനിക്ക് വീടില്ല എന്ന് പറഞ്ഞു. അതിവിടെ അല്ല പറയേണ്ടത്, എനിക്കത് പരിഗണിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യനെ പറഞ്ഞു വിടുന്ന ഒരു കാഴ്ച. അതിനുശേഷം പിന്നെ അത് രാഷ്ട്രീയമായിട്ട് ഒരു വിവാദമൊക്കെ ആയി, അതിന്റെ വിശദീകരണമൊക്കെ ഉണ്ടായി. അപ്പോൾ ജനം
സമീപിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കാര്യങ്ങൾ പറയുവാൻ എനിക്ക് ഒരാളുണ്ട് എന്നുള്ള ഒരു ചിന്തയിലാണ് ഒരു ലീഡറിനെ ഒരാൾ സമീപിക്കുന്നത്. ഒരു ക്രിസ്ത്യൻ ലീഡറിനെ ആണെങ്കിലും അങ്ങനെയാണ്. അപ്പൊ അവിടെ ഒരു തിരസ്കരണം ഉണ്ടാകുവാൻ പാടില്ല. അവിടെ അപ്പൊ അതുകൊണ്ട് പലപ്പോഴും പല ആളുകളും അവരുടെ കംഫർട്ട് അവർ നോക്കുന്നത് കൊണ്ടാണ് അതിൽ സംഭവിക്കുന്നത്. യോശുവയെ കുറിച്ച് പറഞ്ഞ യോശുവ തെരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു എന്നാണ്. മോശ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നത് പോലെ യോശുവായും ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. അപ്പൊ നമുക്ക് ഇത് നടക്കാത്ത കാര്യമല്ല. ക്രിസ്ത്യൻ ലീഡർഷിപ്പ് നമ്മൾ ഇന്ന് 21ാം നൂറ്റാണ്ടിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പഠിക്കുകയും അധ്യക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു പുതുമയുള്ള കാര്യമല്ല. കാരണം നമ്മൾക്ക് മുമ്പിലുണ്ടായിരുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠ ഭൃത്യന്മാർ അനുവർത്തിച്ചു വന്ന ചില മാതൃകകളെ പിന്തുടരുവാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവരതൊക്കെ അനുഭവിച്ചവരും അത് അനുവർത്തിച്ചവരും ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ആ സെർവൻഹുഡ് എന്ന് പറയുന്ന ആ ഒരു മനോഭാവം എപ്പോഴും നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മളൊരു ക്രിസ്ത്യൻ ലീഡറായിട്ട് മാറുന്നത്. അപ്പൊ അതിനകത്തുള്ള ചില ഇൻഗ്രീഡിയൻസ് ആണ് താഴ്മയുള്ളവരാകുക, പ്രയർഫുൾ ആയിട്ടുള്ള ജീവിതം നയിക്കുന്ന സ്വഭാവം ഉള്ളവരാകുക, അതുപോലെ തന്നെ ടെമ്പറമെന്റ്സ്, നമ്മുടെ വ്യക്തിത്വത്തിന്റെ സ്വഭാവങ്ങളൊക്കെ സന്തുലിതമായിട്ട് കീപ്പ് ചെയ്യാൻ കഴിയുക, സെൽഫ് കൺട്രോൾഡ് ആയിട്ട് ജീവിക്കാൻ കഴിയുക. അങ്ങനെയുള്ള ആളുകൾ റെസ്പെക്റ്റബിൾ ആയിരിക്കും, ബഹുമാനിക്കാൻ യോഗ്യനായിരിക്കും, ബഹുമാനിതനാകാൻ യോഗ്യനായിരിക്കും. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ആണ് വരേണ്ടത്. ക്രിസ്ത്യൻ അത് ഒരു മാന്യത ഉണ്ടായിരിക്കണം. അതാണ് ക്രിസ്ത്യൻ ലീഡർ ഇസ് എ ജെന്റിൽമാൻ ആയിരിക്കണം, ജെന്റിലായിരിക്കും. നമ്മുടെ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യണം. കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യർ 10 വാക്യത്തിൽ എന്താണ് അവിടെ വായിക്കുന്നത്? 2 കൊരിന്ത്യർ 10:1 നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവരെന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുമുള്ളത് പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവനെന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുമുള്ള, അത് അവർ പറയുന്നതാണ്. പൗലോസിനെ കുറിച്ച് കൊരിന്ത്യ സഭയിലുള്ള അഭിപ്രായമാണ്. അടുത്ത് വരുന്ന വലിയ താഴ്മയുള്ളവനാണ്, പക്ഷെ മാറി ഇരിക്കുന്ന ഉടനെ ലേഖനമൊക്കെ ഇങ്ങോട്ട് എഴുതി അയക്കുന്ന ഉടനെ ഭയങ്കര കർക്കശക്കാരനാണ്. അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുമുള്ള പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. കണ്ടോ, പൗലോസിന്റെ സ്വഭാവത്തിന്റെ ഒരു മുഖമുദ്രയായിട്ട് താൻ പറയുക ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും. അപ്പൊ അതിൽ കുറഞ്ഞ ഒരു ശാന്തതയും ഒരു സൗമ്യതയും ഒരു ക്രിസ്ത്യൻ ലീഡറിനില്ല. സൗമ്യനാണെന്ന് പറയുമ്പോൾ എങ്ങനെ സൗമ്യനാണ്? ക്രിസ്തുവിന്റെ ശാന്തതയും ക്രിസ്തുവിന്റെ സൗമ്യതയുമായിരിക്കണം. അതാണ് ഒരു ജെന്റിൽമാന് ആവശ്യമായിരിക്കുന്നത്. ഫിലിപ്പിലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ലെറ്റ് യുവർ ജെന്റിൽനെസ് ബി എവിഡന്റ് ടു ഓൾ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞ ശേഷം പൗലോസ് പറയുക. അപ്പോൾ പൗലോസിന്റെ ദർശനത്തിൽ ഒരു ക്രിസ്ത്യൻ ലീഡർ
സെർവന്റിന്റെ ഇമേജ് ഉള്ളവനായിരിക്കണം, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളവനായിരിക്കണം, ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവനാവണം, അതുപോലെ തന്നെ ഒരു ജെന്റിൽമാൻ ആയിരിക്കും, ഗോൾഡിനെസ് ഉള്ളവനായിരിക്കും. ഒരുപാട് ഗുണവിശേഷങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് ഇതിനകത്ത് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന എല്ലാ ദർശനങ്ങളും പരിശുദ്ധാത്മാവിനാൽ താൻ പ്രാപിച്ച ആലോചനകളാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ ലീഡർ എന്നുള്ള നിലയിൽ ആ ആശയങ്ങളും ആ പ്രമാണങ്ങളും ഒക്കെ ആധുനിക കാലഘട്ടത്തിലെ ദൈവശുശ്രൂഷകന്മാർക്കും അധ്യക്ഷന്മാർക്കും ഒക്കെ ഏറ്റവും ആവശ്യമാണ്. അതാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. നമുക്കിനി ക്രിസ്ത്യൻ ലീഡർഷിപ്പിന്റെ പെഡാഗോഗി അല്ലെങ്കിൽ അതിന്റെ പരിശീലനവും ഡെവലപ്മെന്റും എങ്ങനെയാണ്, ഏതെല്ലാം രീതിയിലായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചും കൂടെ നമുക്ക് ചുരുക്കമായിട്ട് പഠിക്കാം. നമുക്കൊരു 5 മിനിറ്റിന്റെ ബ്രേക്കിന് ശേഷം നമുക്ക് ആ ഭാഗത്തെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു. അടുത്തത് ലീഡർഷിപ്പ് ആൻഡ് ഡെവലപ്മെന്റ് ഇറ്റ്സ് ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ. ലീഡർഷിപ്പിന്റെയും വികസനത്തിന്റെയും വേദപുസ്തക അടിസ്ഥാനം. ലീഡർഷിപ്പ് ആൻഡ് ഡെവലപ്മെന്റ് ബിബ്ലിക്കൽ ഫൗണ്ടേഷൻസ്. നേതൃത്വം, വികസനം എന്നിവയുടെ വേദപുസ്തക അടിസ്ഥാനം. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ലീഡർഷിപ്പ് ആൻഡ് ഡെവലപ്മെന്റ് ആർ എ ഡേ ടു ഡേ intervention of God which involves developing people for his purpose. Leadership and development are a day-to-day intervention of God which involves developing people for his purpose. ദൈവത്തിന്റെ ഉദ്ദേശത്തിനു വേണ്ടി, ഉദ്ദേശത്തിനും കഴിവുറ്റ നേതൃത്വത്തിനും വേണ്ടി ജനത്തെ ഒരുക്കിയെടുക്കുന്നതിൽ ദൈവത്തിന്റെ ദൈനംദിന ഇടപെടൽ നമുക്ക് കാണാം. ദൈവം തൻ്റെ ഉദ്ദേശത്തിനും കഴിവുറ്റ നേതാക്കൾക്കും വേണ്ടി ജനത്തെ ഒരുക്കിയെടുക്കുന്നതിൽ ദൈവം ദൈനംദിന ഇടപെടൽ നടത്തുന്നു. അവിടെ നമുക്ക് ഒരുക്കിയെടുക്കൽ അല്ലെങ്കിൽ വാർത്തെടുക്കൽ എന്ന പ്രയോഗമാണ് ക്രിസ്തീയ ലീഡർഷിപ്പ് ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നത്. ഒരു ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ക്രിസ്തു നേതാക്കളെ ക്രിസ്തീയ ശുശ്രൂഷയ്ക്കായി വിളിക്കുമ്പോൾ അവരെ പൂർണ്ണ കഴിവുള്ളവരായി വികസിപ്പിച്ചെടുക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വിളിക്കുന്നത്. ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ വിളി ലഭിക്കുമ്പോൾ, ലീഡർഷിപ്പിലേക്കുള്ള വിളി ലഭിക്കുമ്പോൾ എല്ലാ കഴിവുകളും ഉള്ള ആളായിരിക്കത്തില്ല. ആത്മീയമായ കഴിവുകളെല്ലാം ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണമെന്നില്ല. എന്നാൽ കർത്താവ് വിളിക്കുമ്പോൾ കർത്താവിന്റെ ഉദ്ദേശം ആ വ്യക്തി ഒരു പൂർണ്ണ മികവുള്ളവനായി, കഴിവുറ്റവനായി വളർന്നു വരണം, വികസിച്ച് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. നേതൃത്വത്തിലുള്ള നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ദൈവിക പ്രക്രിയക്കനുസരിച്ച് വളർച്ച പ്രാപിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളവരാണ്. വളർച്ച പ്രാപിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളവരാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ മേടിക്കുമ്പോൾ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അത് ചില പരിവർത്തനത്തിനൊക്കെ വിധേയമാകും. ആ വസ്തു ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ചില പരിവർത്തനത്തിനൊക്കെ വിധേയമാകും. ഇപ്പോൾ ഒരു പെൻസിൽ മേടിച്ചുകൊണ്ട് വന്നു, ആ പെൻസിൽ മേടിച്ചുകൊണ്ട് വന്ന പോലെ നമുക്ക് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പെൻസിൽ വെട്ടുക എന്ന് പറയും. ആ പെൻസിൽ വെട്ടണം. പെൻസിൽ വെട്ടി കഴിയുമ്പോഴാണ് അത് എഴുതുവാൻ കഴിയും.
അപ്പൊ അത് അതുപോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലോ അത് ഉപയോഗപ്രദമാകത്തില്ല. അപ്പൊ ഇതുപോലെ തന്നെയാണ് കൂടുതൽ ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള പരിവർത്തനത്തിന് വിധേയമാകണം. അപ്പം അതിൽ ആ ഒരു പ്രോസസ് നമ്മൾ ദൈവത്താൽ സംഭവിക്കുന്ന ആ ഒരു പ്രോസസ്സിൽ നാം ഏർപ്പെടുമ്പോൾ മാത്രമേ നമുക്കത് കഴിയത്തുള്ളൂ. ഒരു നേതാവിനും ഒരു നിമിഷം കൊണ്ട് പൂർണ്ണതയുള്ള ഒരു നേതാവാകുവാനോ ഒരു സമൂഹത്തെ നാം നേരത്തെ പറഞ്ഞുള്ള ഇൻഫ്ലുവൻസ് ഉള്ളവരാക്കി എന്ന് പറഞ്ഞാൽ അവരിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരു സ്വാധീനമുള്ള ഒരു നേതാവായി തീരുവാനോ ഒന്നും ഒരു ദിവസം കൊണ്ടോ ഒരു നിമിഷം കൊണ്ടോ ഒന്നും കഴിയത്തില്ല. ഒരു ജീവിതകാലം അത്രയുമുള്ള ദൈവിക പഠനങ്ങളും ദൈവിക പാഠ്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. ഒരു ജീവിതകാലം മുഴുവനും വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ക്രിസ്തീയ നേതൃത്വം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ലീഡർ ജീവിതകാലം മുഴുവനും ക്രിസ്ത്യൻ ഡിസിപ്ലിനിലാണ്, ദൈവത്തിന്റെ ശിക്ഷണത്തിലാണ്. ദൈവത്തിന്റെ ശിക്ഷണത്തിലാണ് ഒരു ക്രിസ്ത്യൻ ലീഡർ എപ്പോഴും ആയിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കണം. ഓരോ ശിക്ഷണവും, ഓരോ പരിശീലനവും, ഓരോ പാഠങ്ങളും ഒരു ക്രിസ്ത്യൻ ലീഡറിനെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ളതും നിർണായകവുമാണ്. ഒരു പടിയിൽ നിന്നും അടുത്ത ഒരു പടിയിലേക്ക് നയിക്കുവാനാണ് ഓരോ പരിശീലനങ്ങളും ഓരോ സ്റ്റെപ്പുകളും കർത്താവ് നൽകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട പരിശീലന ഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പഴയ നിയമത്തിലെ മാതൃക, രണ്ടാമതായിട്ട് നേതൃത്വ വികസനത്തിന്റെ പുതിയ നിയമത്തിലെ മാതൃക, നേതൃത്വ വികസനത്തിൽ ഒരു ശുശ്രൂഷകന്റെ, ഒരു ഇടയന്റെ, ഒരു പാസ്റ്ററുടെ പങ്ക്, നേതൃത്വ വികസനത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ പങ്ക്. ഈ 4 ഘടകങ്ങളിലാണ് നമ്മൾ നേതൃത്വ വികസനത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. 2, 3 ഒന്നുകൂടി പറയാം സാറേ. മൊത്തം പറയാം. നേതൃത്വ വികസനത്തിന്റെ പഴയ നിയമ മാതൃക, ദ ഓൾഡ് ടെസ്റ്റമെന്റ് പാറ്റേൺ ഫോർ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്, പഴയ നിയമത്തിന്റെ നേതൃത്വ വികസന മാതൃക. ദ ഓൾഡ് ടെസ്റ്റമെന്റ് പാറ്റേൺ ഫോർ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്. 2, നേതൃത്വ വികസനത്തിന്റെ പുതിയ നിയമ മാതൃക. നേതൃത്വ വികസനത്തിന്റെ പുതിയ നിയമ മാതൃക, ദ ന്യൂ ടെസ്റ്റമെന്റ് പാറ്റേൺസ് ഫോർ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്. മൂന്നാമതായി നേതൃത്വ വികസനത്തിൽ ഒരു പാസ്റ്ററുടെ പങ്ക്. നേതൃത്വ വികസനത്തിൽ ഒരു പാസ്റ്ററുടെ പങ്ക്, ദ റോൾ ഓഫ് എ പാസ്റ്റർ ഇൻ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്. ദ റോൾ ഓഫ് എ പാസ്റ്റർ ഇൻ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്. 4ാമത്തെ പാർട്ട്, നേതൃത്വ വികസനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പങ്ക്. നേതൃത്വ വികസനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പങ്ക്, ദ റോൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഇൻ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്. The role of Holy Spirit in leadership development. റോബർട്ട് ജെ ക്ലിന്റൺ എന്ന് പറയുന്ന റോബർട്ട് ജെ ക്ലിന്റൺ
റോബർട്ട് ജെ ക്ലിന്റൺ എന്ന് പറയുന്ന ഒരു ദേവദാസൻ വികസനത്തെക്കുറിച്ച്, ഡെവലപ്മെന്റ്, ലീഡർഷിപ്പ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഒരു നിശ്ചിത സമയം കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിന് നേതാവിന്റെ മാറ്റത്തിനുള്ള കഴിവിന്റെ അളവ്. അതുപോലെ വികസനത്തെ സ്വാംശീകരിക്കുന്ന യഥാർത്ഥ മാതൃകകൾ, പ്രക്രിയകൾ, ആശയങ്ങൾ എന്നിവയാണ് നേതൃത്വ വികസനം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം സാർ. ഞാൻ പറയാം. ഒരു നിശ്ചിത സമയം കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിന് നേതാവിന്റെ മാറ്റത്തിനുള്ള കഴിവ്. A measure of a leader's changing capacity to influence in terms of various factors over a time. അതുപോലെ it is also used to indicate the actual patterns, process and principles that summarize development. നേതാവിന്റെ മാറ്റത്തിനുള്ള കഴിവ് അല്ലെങ്കിൽ കഴിവിന്റെ അളവ് വികസനത്തെ സ്വാംശീകരിക്കുന്ന യഥാർത്ഥ മാതൃകകൾ, പാറ്റേൺസ്, ആക്ച്വൽ പാറ്റേൺസ് ഓഫ് ദാറ്റ് ഇൻഡിക്കേറ്റ് ലീഡർഷിപ്പ്. നേതൃത്വ മാതൃകകൾ, നേതൃത്വ ശൈലികൾ, തൻ്റെ സമീപനങ്ങൾ, അത് വികസനത്തെ സ്വാധീനിക്കുന്ന യഥാർത്ഥ മാതൃകകൾ എന്തൊക്കെയാണ്, അതാണ് രണ്ടാമത്തെ കാര്യമായിട്ട്. പിന്നെ അതിൻ്റെ പ്രോസസ്സ്, അത് എങ്ങനെയാണ് നിറവേറ്റുന്നത്, പ്രോസസ്സ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതിൻ്റെ തത്വങ്ങൾ, അതിൻ്റെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് ബേസിസിലാണ് അത് ചെയ്യുന്നത്. അപ്പം നേതാവിൻ്റെ മാറ്റത്തിനുള്ള, മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവ്, അതുപോലെ വികസനത്തെ സ്വാംശീകരിക്കുന്ന മാതൃകകൾ, പ്രക്രിയകൾ, ആശയങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, സിദ്ധാന്തങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കണം, ഒരു സഭാ നേതൃത്വത്തെ പരിശീലിപ്പിക്കുന്ന ദൗത്യം, സഭാ നേതൃത്വത്തെ പരിശീലിപ്പിക്കുക, ലീഡർഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്ന ദൗത്യം മിഷണറി ലോകത്ത്, മിഷണറി ട്രെയിനിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ലീഡർഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത് മിഷണറി ദൗത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് നേതൃത്വ തിരഞ്ഞെടുപ്പും വികസനവും, നേതൃത്വ തിരഞ്ഞെടുപ്പും ലീഡേഴ്സിന്റെ പ്രാഥമികമായ ചുമതലയായി നാം കാണണം. പ്രാഥമികമായ ചുമതലയായിട്ട് തന്നെ നാം അതിനെ മനസ്സിലാക്കണം. ഒന്നാമത്തേത് നേതൃത്വ വികസനം പഴയ നിയമത്തിലെ ലീഡർഷിപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ ലീഡർഷിപ്പ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പൊ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു നേതാവിന്റെ മാറ്റത്തിന്, അദ്ദേഹത്തിന് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിനുള്ള കഴിവിന്റെ അളവ്, ഒരു മെഷർ ഓഫ് ലീഡേഴ്സ് ചേഞ്ചിങ് കപ്പാസിറ്റി എന്നാണ്. മെഷർ ഓഫ് ലീഡേഴ്സ് ചേഞ്ചിങ് കപ്പാസിറ്റി, അതായത് അവസരത്തിനൊത്ത് മറ്റുള്ളവരെ സ്വാധീനിക്കുവാനുള്ള അത്രത്തോളം കപ്പാസിറ്റി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം,
ടു ഇൻഡിക്കേറ്റ് ദി ആക്ച്വൽ പാറ്റേൺസ്. നേതൃത്വത്തിൽ ഏത് മാതൃകയാണ് സ്വീകരിക്കുന്നത്, അതിന്റെ പ്രോസസ്സ് എന്താണ്, അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അതാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതിന്റെ ഓൾഡ് ടെസ്റ്റമെന്റ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പാറ്റേൺ, അതിനെക്കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒന്ന്, കോളിംഗ് ആണ്, ദ കോൾ, വിളി. രണ്ടാമത്തെ കാര്യം ട്രെയിനിങ് ആണ്. അപ്പോൾ പഴയ നിയമത്തിന്റെ വീക്ഷണം നാം നോക്കുമ്പോൾ രണ്ട് പ്രധാന ഘടകങ്ങളിൽ നമുക്കതിനെ കാണാം. ഒന്ന് കോൾ, രണ്ട് ട്രെയിനിങ്. വിളിയും പരിശീലനവും. അപ്പൊ ശക്തന്മാരായ നേതാക്കന്മാരെ വാർത്തെടുക്കുമ്പോൾ അതിന്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിളിയാണ്. മോശയുടെ കാര്യത്തിലായാലും, യോശുവയുടെ കാര്യത്തിലായാലും, ഗിദെയോന്റെ കാര്യത്തിലായാലും, നെഹമ്യാവിന്റെ കാര്യത്തിലായാലും എല്ലാം നമ്മൾ ഇങ്ങോട്ട് പഴയ നിയമ ലീഡേഴ്സിനെ നമ്മൾ പഠിക്കുമ്പോൾ പ്രാഥമികമായ കാര്യം എന്ന് പറയുന്നത്, സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിളിയാണ്. അപ്പോൾ പഴയ നിയമത്തിലെ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൽ ദൈവത്തിന്റെ വിളി എന്ന് പറയുന്ന ആ ഒരു വസ്തുതയെ നമുക്കൊരിക്കലും മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല. പഴയ നിയമത്തിലുള്ള മറ്റ് ആത്മീക അധ്യക്ഷന്മാരെ നോക്കിയാലും, പുരോഹിതന്മാരും പ്രവാചകന്മാരും രാജാക്കന്മാരും ഒക്കെയാണ് ആത്മീക നേതൃത്വത്തിലേക്ക് വന്നിട്ടുള്ള മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അവരെക്കുറിച്ചെല്ലാം പറയുമ്പോൾ അവരെ വിളിച്ച ഒരു സംഭവം, ഒരു ചരിത്രം നമുക്ക് കാണാം. അവരുടെ വിളിയും തിരഞ്ഞെടുപ്പ്, പരിശീലനമല്ല, വിളിയും തിരഞ്ഞെടുപ്പ്. ദാവീദിനെയൊക്കെ ദൈവം വിളിക്കുന്നത് വളരെ അത്ഭുതകരമായിട്ടാണ്. മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നതും അത്ഭുതകരമായിട്ടാണ്. അപ്പൊ എല്ലാ ഓൾഡ് ടെസ്റ്റമെന്റ് ലീഡേഴ്സിനെയും അവരുടെ ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിങ് അവർക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള, ഒരുപക്ഷെ അസാധാരണമായ ഒരു വിളി അവർക്ക് ലഭിക്കുന്നു. അതിനെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പുതിയ നിയമത്തിലും അങ്ങനെയാണ്, ചരിത്രത്തിലും അങ്ങനെയാണ്. ചരിത്രത്തിൽ ദൈവം ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് മിഷൻ ലീഡേഴ്സ് ഉണ്ട്. മാർട്ടിൻ ലൂതർ, ജോൺ വെസ്ലി, വില്യം കേരി, ഹഡ്സൺ ടൈലർ, സാധു സുന്ദർ സിംഗ്, പണ്ഡിത രമാഭായി, എമി കാർമൈക്കൽ, ഐഡ സ്കഡർ, ബില്ലി ഗ്രഹാം, കുക്കു സായിപ്പ്, കെ ഇ എബ്രഹാം. ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ സമകാലിക ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന അപ്പോസ്തലിക ശുശ്രൂഷയുള്ള ലീഡേഴ്സിനെയൊക്കെ നമുക്ക് ആ നിലയിൽ കാണാൻ കഴിയും. അസാധാരണമായ വിളി അവരാഗ്രഹിച്ചിരുന്ന സമയത്തല്ല, പക്ഷെ ദൈവത്തിന്റെ ആ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം അസാധാരണമായൊരു വിളിയിലൂടെയാണ് ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ദൈവം ലീഡർഷിപ്പിലേക്ക് ഒരാളിനെ വിളിക്കുമ്പോൾ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ജീവിതകാലം മുഴുവനും ദൈവത്തിന്റെ പരിശീലനം നൽകുവാനുള്ള ഉദ്ദേശം ദൈവത്തിനുണ്ട്. അതെല്ലാം ചെയ്യുന്നത് ദൈവത്തിന്റെ ഹിതം അവരിലൂടെ നിറവേറ്റുന്നതിന് വേണ്ടിയാണ്, ദൈവിക ശുശ്രൂഷകളുടെ നിറവേറ്റലിന് വേണ്ടിയാണ് ദൈവം അവരെ ആ രീതിയിൽ വിളിക്കുന്നത്. എന്നാൽ ഈ പല ക്രിസ്ത്യൻ തിങ്കേഴ്സും ചിന്തകന്മാരും ഒക്കെ ഈ ദൈവവിളിയുടെ പാർട്ടിന് വലിയ പ്രാധാന്യം പലപ്പോഴും കൊടുക്കാറില്ല. കാരണം ആ ഒരു ഭാഗത്തെ പല പണ്ഡിതന്മാരും മറന്നു കളയാനാണ് ശ്രമിക്കുന്നത്. അത് ആധുനിക പാണ്ഡിത്യ ലോകത്തിന്റെ ഒരു വലിയ കാപഢ്യമായിട്ട് നമുക്ക് കാണാം. ദൈവവിളി എന്നുള്ള ഒരു ഘടകം ഇല്ലെങ്കിൽ
ഒരു ക്രിസ്ത്യൻ ലീഡറിന്റെ ഡെവലപ്മെന്റിൽ യാതൊരു അർത്ഥവുമില്ല. അതിനെക്കുറിച്ച് ഒരു ദേവദാസൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം തന്റെ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആത്മീക മാനദണ്ഡങ്ങൾക്ക് അനുരൂപനായ ഒരു ശിഷ്യനെ, അല്ലെങ്കിൽ ശിഷ്യത്വത്തിന്റെ മുഴുവിലയും കൊടുക്കുവാൻ തയ്യാറുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുമ്പോൾ അവന്റെ കുറവുകളെ നോക്കാതെ അവനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ബലഹീനതയും കുറവുകളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ ആ നിലവാരത്തിനനുസരിച്ചുള്ള ഒരു ലീഡറിനെ വാർത്തെടുക്കുവാനുള്ള ഉദ്ദേശത്തോടു കൂടി അവരെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത്. അപ്പൊ മോശ ഒരു വിക്കനായ മനുഷ്യനായിരുന്നു, അടിമയായിരുന്നു, തള്ളപ്പെട്ടവനായിരുന്നു, മരണത്തിന് വിധിക്കപ്പെട്ടവനായിരുന്നു. പക്ഷെങ്കിൽ അവനെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടത്തിവിട്ട് ദൈവം അവനെ സൂക്ഷിക്കുകയാണ്. അതിനുശേഷം അവനെ മറ്റൊരു സ്ഥലത്ത് അത്ഭുതകരമായി വളർത്തിയെടുക്കുകയാണ്. മോശ ഒരു വലിയ പ്രഗത്ഭനായ ഒരു മനുഷ്യനായിട്ട് തീർന്നെങ്കിലും മരുഭൂമിയിലെ പരിശീലനത്തിലൂടെ ദൈവം അവനെ സൗമ്യതയുള്ളവനാക്കി തീർത്തു. അപ്പോഴും അവൻ വളരെയധികം ക്ഷീണിതനും പ്രാരാബ്ധമുള്ളവനും ആകുലതകളുള്ളവനും ഒക്കെയാണ്. അവന്റെ എല്ലാ കുറവുകളോടും അവന്റെ എല്ലാ പാസ്റ്റ് ഹിസ്റ്ററി അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ദൈവം അവനെ വിളിച്ച് അവനെ ഉപയോഗിക്കുവാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ കുറവില്ലായ്മയോ അറിവില്ലായ്മയോ ഒന്നും അല്ല, അറിവുകളോ അറിവില്ലായ്മയോ ഒന്നും അല്ല ദൈവത്തിന്റെ മാനദണ്ഡം. ദൈവത്തിന്റെ വിളിയാണ് പ്രധാനം. എനിക്ക് ബോധിച്ച പുരുഷനെ ഞാൻ കണ്ടെത്തുന്നു. ദ്വേഷിക്കേണ്ടവനെ ദ്വേഷിക്കുന്നു, സ്നേഹിക്കേണ്ടവനെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ഒരു വലിയ വിഷയമാണ്. നമുക്കറിയാമല്ലോ, ഇസ്രായേലിനെ ഇപ്പൊ എല്ലാവരും ഒത്തിരി കുറ്റം പറയുന്നുണ്ട്. ഗാസയില് ഒത്തിരി പേരെ കൊല്ലുന്നു, ഇടിക്കുന്നു, തകർക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആരുടെയും പക്ഷം പിടിച്ചുകൊണ്ട് പറയുകയല്ല. എങ്കിലും ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തെ സഹസ്രാബ്ദങ്ങൾ, നൂറ്റാണ്ടുകളായിട്ട് സകല രാഷ്ട്രങ്ങളും വേട്ടയാടിയിട്ടുണ്ട്. നാസി പട്ടാളം, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, 60 ലക്ഷം പേരെ കൊന്നു. അതിനുശേഷം ഇങ്ങോട്ടുള്ള ചരിത്രം പഠിച്ചാൽ അവർക്കൊരു രാജ്യമില്ലായിരുന്നു. ലോകത്തിന്റെ എല്ലാ വൻകരകളിലേക്കും അവർ ചിതറപ്പെട്ടു പോയി. നിങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രമൊക്കെ പഠിക്കുന്നുണ്ട്. വരുവീൻ, അവരൊരു ജാതി അല്ലാതെ ഇരിക്കത്തക്കവണ്ണം അവരെ മുടിച്ചു കളക എന്ന് സകല രാഷ്ട്രങ്ങളും പറഞ്ഞു. പക്ഷേ ഞാൻ അവരെ കഴുകന്റെ ചിറകുകളിൽ കൂട്ടിവരുത്തുമെന്ന് അരുളി ചെയ്തവനായ ദൈവം അവരെ ഇസ്രായേലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർക്കൊരു രാഷ്ട്രം ഉണ്ടാകുക എന്നുള്ളത് അസാധ്യമായിരുന്നു. 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വന്തമായി രാഷ്ട്രമുണ്ടായി. അവരെ ഉപദ്രവിച്ചവരെയൊക്കെ ദൈവം ശിക്ഷിച്ചു. ഇന്നും കേരളത്തിന്റെ അത്രയും മാത്രമുള്ള ഒരു കൊച്ചു രാഷ്ട്രം ലോകത്തെ മുഴുവനും പേടി സ്വപ്നമാക്കി നിർത്തുന്ന ഒരു അനുഭവത്തിലേക്ക് എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? അവർക്ക് ഇന്ന് അവർക്ക് എന്താണ് ഇസ്രായേൽ എന്നുള്ള നിലയിലുള്ള വലിയ പ്രാധാന്യമൊന്നുമില്ല. കാരണം ഇന്ന് കർത്താവിനെ അവർ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയത്തുള്ളൂ. പിന്നീട് അവർക്ക് ഭാവി കാലത്തുള്ള ഒരു ഉദ്ധാരണം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഭാവി കാലത്തുള്ള ഒരു ഉദ്ധാരണം പറയുന്നുണ്ട്. ഭാവി കാലത്തുള്ള ഒരു ഉദ്ധാരണത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇസ്രായേൽ. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പാലസ്തീനോ മറ്റ് രാഷ്ട്രങ്ങളോ ഒക്കെ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകത എന്ത്? ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ കോളി. സകല ജാതികളെയും അനുഗ്രഹിക്കും, നിന്നിലൂടെ അനുഗ്രഹിക്കും. സകല ജാതികളെയും അനുഗ്രഹിക്കുവാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെടും.
ഇതൊക്കെ ആ പിതാക്കന്മാർക്ക് കിട്ടിയ വാഗ്ദത്തം. അപ്പൊ ഇസ്രായേലിന്റെ ആ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുള്ളവരുമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇസ്രായേലിനെ ഒരു മനുഷ്യനും തോൽപ്പിക്കുവാൻ കഴിയാതിരിക്കും. ഇനി സകല രാഷ്ട്രങ്ങൾ അവർക്ക് എതിരാകുമെന്നാണ് പ്രവചനം പറയുന്നത്. ഇന്ന് അനുകൂലമായി നിൽക്കുന്ന പല രാഷ്ട്രങ്ങളും അവർക്ക് എതിരാകും. അവരൊറ്റയ്ക്കാവും. അവർക്ക് ആരുമില്ലെന്ന് വരും. ഇപ്പോൾ ഒത്തിരി പേരുണ്ട്. അമേരിക്കയുണ്ട്, മറ്റ് ചില രാജ്യങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ ചില രാജ്യങ്ങളൊക്കെ ഈ പലസ്തീൻകാരുമായിട്ട് ബന്ധപ്പെട്ട സഖ്യം ഉണ്ടാക്കിയിട്ടൊക്കെ കൂട്ടുകൂടുന്നുണ്ട്. ഇപ്പം ഫ്രാൻസ് അതുപോലെയുള്ള ചില രാജ്യങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും ആ സഖ്യത്തിലേക്ക് ചേർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ചിത്രങ്ങൾ മാറും. ആരുമില്ലെന്ന് വരും. പക്ഷെ ദൈവം അവരെ കൈവിടത്തില്ല. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി മശിഹ പ്രത്യക്ഷപ്പെടും. അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവരെ യഥാസ്ഥാനപ്പെടുത്തും. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് നിഷേധിക്കുന്ന പണ്ഡിതന്മാരുണ്ടെന്ന് ഞാൻ പറയും. ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവ് വിളിച്ച് വേർതിരിച്ചു. അത്ഭുതകരമായി ദൈവം അവരെ ഉപയോഗിക്കും. അത്ഭുതകരമായി ദൈവം ഉപയോഗിക്കും. തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ്, വിളിയുടെ പ്രത്യേകതയാണ്. അപ്പൊ ദൈവം തന്റെ ആത്മീയ മാനദണ്ഡങ്ങൾക്ക് അനുരൂപമായി ശിഷ്യത്വത്തിന്റെ മുഴുവിലയും കൊടുക്കുവാനും സമർപ്പിക്കുവാനും തയ്യാറുള്ള ഒരാളിനെ കണ്ടുപിടിക്കുമ്പോൾ, തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും അവന്റെ കുറവുകളെ കണക്കിടുന്നില്ല. അവനെ പൂർണ്ണമായി ഉപയോഗിക്കുവാൻ ദൈവം തയ്യാറാകുന്നു. അതാണ് നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് ലീഡേഴ്സിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത, കോളിങ്ങിന്റെ മറ്റൊരു പ്രത്യേകത, വിളിക്കപ്പെട്ട വ്യക്തികൾക്ക് ദൈവം തന്റെ അരുളപ്പാടുകൾ നൽകുന്നു. ദൈവത്തിന്റെ ആലോചനകൾ ഏൽപ്പിക്കുന്നത് വിളിക്കപ്പെട്ടവരിലേക്കാണ്. അപ്പൊ ലീഡർഷിപ്പിന്റെ ആ ഡെവലപ്മെന്റിന്റെ ആദ്യത്തെ ഭാഗമായി ഞാൻ പറയും, ദൈവം ഒരു വ്യക്തിയെ വിളിക്കുന്നു. വിളിച്ച വ്യക്തികളിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഫലമേൽപ്പിക്കുന്നു. അവര് വിളിച്ചു പറഞ്ഞു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ കാലങ്ങളിലും ചില ആളുകളെ ദൈവം വിളിക്കുമ്പോൾ ദൈവം ചില ദർശനങ്ങൾ കൊടുക്കും, ചില വെളിപ്പാടുകൾ കൊടുക്കും. അതവർ ലോകത്തോടെ വിളിച്ചു പറയുമ്പോൾ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സൗഖ്യങ്ങളും ഒക്കെ നടക്കും. അപ്പൊ പഴയ നിയമ കാലഘട്ടത്തിൽ അങ്ങനെ ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവർക്ക് ലഭിക്കുകയും അവര് അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. അപ്പം ഈ ഒരു ഘട്ടത്തിൽ വിളിക്കപ്പെട്ടവൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഡേവിഡ് വാട്സൺ എന്ന് പറയുന്ന ആള് അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. ഡേവിഡ് വാട്സൺ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്: ഒരു പ്രവാചകൻ മറ്റെന്തിനേക്കാളും ഉപരി ദൈവശബ്ദം കേൾക്കുവാൻ പഠിക്കണം. ഒരു പ്രവാചകനായി വിളിക്കപ്പെടുമ്പോൾ അവൻ എന്ത് ചെയ്യണം? ദൈവശബ്ദം കേൾക്കുവാൻ പഠിക്കണം. ദൈവശബ്ദം തിരിച്ചറിയുവാൻ കഴിയണം. ദൈവത്തിൽ നിന്നുള്ള ആ വചനം ജനത്തിന് കൊടുക്കുവാനും തയ്യാറാകും. അപ്പം വിളിക്കപ്പെട്ട വ്യക്തികളെ ദൈവത്തിന്റെ വചനം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഒരു വ്യക്തി തയ്യാറാകണം. ദൈവത്തിന്റെ വചനം കേൾക്കും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ പല മാർഗങ്ങളുണ്ട്. ബൈബിൾ വായിക്കുന്നതിനെ കുറിച്ചല്ല. ബൈബിള് കാർൽ മാർക്സും മഹാത്മാഗാന്ധിയും ഒക്കെ വായിക്കുമായിരുന്നു. സ്വാമി വിവേകാനന്ദം വായിക്കുമായിരുന്നു. പൗലോസ് പഴയ നിയമം വായിച്ചിട്ട് ദൈവസന്നിധി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനൊരു ദൈവിക വെളിപ്പാട് ലഭിക്കുകയും അതുകൊണ്ടാണ് ആ കൂടാരം ഈ കാലത്തേക്ക് സാദൃശ്യമാകുന്നു, അവൻ ഒരിക്കലായിട്ട് അർപ്പിക്കപ്പെട്ടു, ഇനിയൊരു യാഗവും ശേഷിക്കാതെ വണ്ണം
ദൈവജനത്തിനു വേണ്ടി ഒരു സ്വസ്ഥത ഇനിയും ശേഷിച്ചിരിക്കുന്നു ഇന്ന് എന്ന് പറയുമ്പോൾ അത് അതിന്റെ സമയസൂചന ഈ കാലഘട്ടത്തിലേക്കും കൂടെ ഉള്ളതല്ലയോ എന്നൊക്കെ പറയത്തക്ക രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുവാൻ കഴിഞ്ഞത് ആ ദൈവാലോചന കിട്ടിയതുകൊണ്ടാണ്. അത് കാണാതെ പഠിച്ചത് കൊണ്ടോ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയത് കൊണ്ടോ അതിന്റെ പാണ്ഡിത്യം നേടിയത് കൊണ്ടോ അല്ല. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, അതിങ്ങനെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അപ്പൊ അത് എഴുതിയത് ആരാണ്, അതിനകത്തെ വിഷയം എന്താണ് എന്നൊക്കെ നമുക്ക് അതിനകത്ത് ആരെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നതെല്ലാം നമുക്ക് പഠിക്കാൻ കഴിയും. പക്ഷെ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത പടി ആ ഭാഗത്തോടെ ദൈവമേ നീ എന്നോട് എന്താണ് സംസാരിക്കുന്നത്, അതാണ് നമ്മുടെ ചോദ്യം. ഒരു വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ കർത്താവെ നീ എന്നോട് എന്താണ് സംസാരിക്കുന്നത്, അത് പരിശുദ്ധാത്മാവിനാൽ എനിക്ക് വെളിപ്പെടുത്തണമേ എന്ന് പറയുമ്പോഴാണ് ദൈവത്തിന്റെ ആലോചന നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അടുത്ത ചോദ്യം, കർത്താവെ ഞാൻ ജനത്തോട് എന്താണ് പറയേണ്ടത്? അപ്പൊ ആ രീതിയിൽ വചനം പ്രാപിക്കുവാനും അരുളപ്പാട് പ്രാപിക്കുവാനും കഴിയണം. ഇന്നത്തെ പുതിയ നിയമത്തിന്റെ അരുളപ്പാടുകളെല്ലാം തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. തിരുവെഴുത്തുകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു വെളിപ്പാട് ഉണ്ടാകത്തില്ല. അത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ ദൈവം, ഇവിടെ നാം മനസ്സിലാക്കുന്ന കാര്യം, ദൈവം ഒരു ലീഡറിനെ, ഒരു വ്യക്തിയെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ മനുഷ്യനെ പോലെ ബാഹ്യമായിട്ടുള്ള യാതൊരു ക്വാളിറ്റീസും നോക്കുന്നില്ല. ബാഹ്യമായിട്ടുള്ള ക്വാളിറ്റീസ് നോക്കുന്നില്ല. ബാഹ്യമായ ക്വാളിറ്റീസ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമാണ്, നല്ലതാണ്, അവരെ ആ രീതിയിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് ഉപയോഗിക്കുവാൻ ബാഹ്യമായിട്ടുള്ള യാതൊരു യോഗ്യതയും ആവശ്യമില്ല. ദൈവം എവിടെ എന്ത് ശ്രദ്ധിക്കുന്നു? ദൈവം ഹൃദയങ്ങളിലേക്ക് നോക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വിളി കേട്ട് സമ്പൂർണമായി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരുവന് വേണ്ടിയാണ് ദൈവം നോക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്നത്. മോശെ ദൈവം വിളിക്കുമ്പോൾ, എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ അത് സൂചിപ്പിച്ചിരുന്നു, മോശെ ദൈവം വിളിക്കുമ്പോൾ മോശ ഒരുപാട് ഒഴികഴിവുകൾ പറഞ്ഞ വ്യക്തിയാണ്. ഞാൻ യോഗ്യനല്ല എന്ന് തന്നെ താൻ സമ്മതിച്ചു. മോശ ചെയ്യണമെന്ന് ദൈവം ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മറ്റാരെങ്കിലും ഏൽപ്പിച്ചോട്ടെ എന്ന് കരുതി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാണ് മോശ ആ കാര്യം പറയുന്നത്. അപ്പൊ അവൻ അയോഗ്യനാണ് എന്ന് താൻ പറയുമ്പോൾ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവന്റെ കഴിവില്ലായ്മയെ കുറിച്ചല്ല അവൻ ചിന്തിച്ചത്. കഴിവില്ലായ്മ ഉണ്ടെങ്കിലും അവൻ എങ്ങനെയെങ്കിലും ഈ ദൈവ വിളിയിൽ നിന്നൊന്ന് മാറാം എന്നുള്ള ചിന്തയായിരുന്നു. ദൈവം കഴിവുള്ളവനാണെന്നറിയാം, മോശയ്ക്കും അവന്റെ കഴിവുകളെ കുറിച്ച് അറിയാം. ചില വ്യക്തികൾ ദൈവത്തിന്റെ വിളിയെ നിരാകരിക്കാറുണ്ട്. സമ്പൂർണമായി ദൈവത്തിന്റെ വിളിയിൽ നിന്നും മാറിപ്പോകുന്ന ആളുകളെ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ടൊക്കെ. ആ വിളിയോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ സമർപ്പിക്കുക എന്നാണ് അർത്ഥം. അതാണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത് അത്ര എന്റെ ആഹാരം എന്നാണ് കർത്താവ് പറയുന്നത്. അതിന്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലീഡേഴ്സിന്റെ വികസനത്തോടുള്ള ബന്ധത്തിൽ വിളിക്കുന്ന വ്യക്തികൾക്ക് ചില പ്രിപ്പറേഷൻസ്, ചില ട്രെയിനിങ്, ചില ഒരുക്കപ്പെടലുകൾ ദൈവം നൽകാറുണ്ട്. ഒരു വ്യക്തിക്ക് നൈസർഗികമായ കഴിവുകൾ ഉണ്ടായിരിക്കാം, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കാം,
അതൊക്കെ ശരിയായിരിക്കുമ്പോഴും ദൈവം തൻ്റെ ലക്ഷ്യം സാധിക്കേണ്ടതിന് വേണ്ടി ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം ശുദ്ധീകരിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ അതിനുവേണ്ടി ദൈവമാണ് മുൻകൈ എടുക്കുന്നത്. നമ്മെ രൂപപ്പെടുത്തുവാൻ ദൈവമാണ് മുൻകൈ എടുക്കുന്നത്. അപ്പം ദൈവത്തിന്റെ വചനം പറയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ഒരു വ്യക്തിയെ വിളിച്ചാക്കുമ്പോൾ അത് നിർവഹിക്കുന്നതിന് വേണ്ടി അവനെ ദൈവം ഒരുക്കിയെടുക്കും. അതിൽ അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്, പരിശീലനത്തിന്റെ പാതകളുണ്ട്, അനുഭവത്തിന്റെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഒരു ഒരുക്കിയെടുക്കൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ വിളി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അഭിഷേകം ലഭിച്ചു എന്ന് വരാം. ചിലപ്പോൾ വിളിക്ക് ശേഷമായിരിക്കും അഭിഷേകം ഉണ്ടാകുന്നത്. ഒരുക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു സ്കൂളിൽ പഠിക്കുന്നത് പോലെ ഔപചാരികമായിട്ടുള്ള ഒരു പരിശീലനമല്ല. ഇപ്പൊ പട്ടാളത്തിൽ ചേരുന്ന ആളുകൾക്ക് ഔപചാരികമായ ട്രെയിനിങ്ങാണ് കിട്ടുന്നത്. രാവിലെ എഴുന്നേൽക്കുക, പിന്നെ എക്സസൈസ് ചെയ്യുക, ഓടുക, അതിനുശേഷം വന്ന് ഭക്ഷണം കഴിക്കുക, വീണ്ടും അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ധാരാളം കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. ഒരു സ്കൂളിൽ പഠിക്കുന്നത് പോലെ തന്നെയുള്ള ട്രെയിനിങ്, പോലീസ് ട്രെയിനിങ്, മിലിറ്ററി ട്രെയിനിങ്, അതൊക്കെ അങ്ങനെ കൊടുക്കുകയാണ് ഒരു പട്ടാളക്കാരന് ഒരുക്കിയെടുക്കുക. അതുപോലെ എവിടെയെങ്കിലും താമസിച്ച് അങ്ങനെ പരിശീലിക്കുന്ന ഒരു ഔപചാരികമായ പരിശീലനമല്ല ലീഡർഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അത് മനഃപൂർവമായ പരിശീലനത്തിലൂടെ അനുഭവത്തിലൂടെ വരുന്നതാണ്. സാധു കൊച്ചുഞ്ഞുദേശിയുടെയൊക്കെ ജീവിതത്തെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, തൻ്റെ കുഞ്ഞു മരിച്ച സമയത്ത് എഴുതിയ പാട്ടാണ് ദുഃഖത്തിന്റെ പാനപാത്രം. താൻ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു ധനികനായ മനുഷ്യൻ തൻ്റെ വീട്ടിലോട്ട് വരികയാണ്. താൻ പട്ടിണിക്ക് വയറ് കരിഞ്ഞിരിക്കുന്ന സമയമാണ്. ജുബ്ബയൊക്കെ ഇട്ടുകൊണ്ട് വലിയ കുടയൊക്കെ പിടിച്ചൊരു പ്രമാണി വീടിനോട്ട് വന്നപ്പോൾ ഉദേശി തൻ്റെ വീടിന്റെ വാതിക്കൽ ഇങ്ങനെ ഇരിക്കുന്നു. എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ആ കുട കൊണ്ട് അല്പം ഒന്ന് ചരിച്ച് മറച്ച് ഉദേശിയെ കണ്ടില്ല എന്നുള്ള രീതിയിൽ കടന്നുപോയി. പ്രതീക്ഷയെല്ലാം നശിച്ചു. അതുകൊണ്ട് ആ കണ്ടും കാണാതെയും പോകുന്നവർ എന്ന് പാടിയത് അതുകൊണ്ടാണ്. അപ്പൊ ജീവിതത്തിൽ ഓരോ രംഗങ്ങളിലും പ്രതീക്ഷകൾക്കപ്പുറത്ത് സംഭവിക്കുകയും അതൊക്കെ അനുഭവ പാഠങ്ങളായി വരികയും ചെയ്യുമ്പോൾ ആ അനുഭവത്തിലൂടെ കർത്താവ് നമ്മെ ഓരോന്നോരോന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതൊരു ക്രമീകൃതമായ ഒരു പഠനമല്ല, മറിച്ച് ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. രോഗസൗഖ്യത്തിലൂടെ, ചില നന്മകൾ ദൈവം തുറന്നു തരുന്നതിലൂടെ, ചില അസാധാരണ കാര്യങ്ങൾ സംഭവിക്കുന്നതിലൂടെ ഒക്കെ ദൈവം ആ ഒരു പരിശീലനം നൽകുകയാണ്. അത് നേതൃത്വത്തിന്റെ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനുള്ള ഒരു ശക്തി പകരുന്ന അനുഭവങ്ങളായിട്ട് അതിനെ ദൈവം മാറ്റിയെടുക്കും. അപ്പോൾ പരിശീലനവും വികസനവും എന്ന് പറയുന്നത്, ലോകപ്രകാരം നോക്കുമ്പോൾ ഈ പരിശീലനവും വികസനവും, ഒരു ട്രെയിനിങ്ങിന് ഒരാൾ പോകുന്നു. ആ ട്രെയിനിങ് കാലഘട്ടം എന്ന് പറയുന്നത് ഇച്ചിരി കഷ്ടതയുള്ളതാണ്. പക്ഷെ ട്രെയിനിങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അപ്പോയിന്റ്മെന്റ് ആണ്. ആ അപ്പോയിന്റ്മെന്റിൽ എന്താണ്, പിന്നീട് ട്രെയിനിങ് ഇല്ല. ഇപ്പൊ പോലീസുകാരനായിട്ടുള്ള ട്രെയിനിങ് പോയി, പോലീസുകാരനായി കഴിഞ്ഞപ്പോൾ പിന്നീട് പഴയതുപോലുള്ള ട്രെയിനിങ് ഒന്നുമില്ല. അപ്പോൾ നിശ്ചിത കാലഘട്ടത്തിലേക്കുള്ള ട്രെയിനിങ് ആണ് ലോകം നൽകുന്നത്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയല്ല. ദൈവത്തിന്റെ പദ്ധതി നിശ്ചിത കാലഘട്ടത്തിലേക്കുള്ള ട്രെയിനിങ് അല്ല, അത് ഓൺഗോയിങ് പ്രോസസ്സാണ്, ടൈംലെസ് ആണ്.
നമ്മുടെ ജീവിതകാലം മുഴുവനും ആ ഒരു പരിശീലനം ഉണ്ടായിരിക്കും. അത് പാസ്റ്റർ ആയാലും സെൻട്രൽ പാസ്റ്റർ ആയാലും പ്രസിഡന്റ് ആയാലും ആ പരിശീലനം ഉണ്ടാകും. ഓരോ ഘട്ടത്തിലേക്ക് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടം വരുമ്പോൾ ഇനിയും പരിശീലനം ഇല്ല എന്നുള്ള ഒരു അനുഭവം ഇല്ല. എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരിക്കും. ജീവിതകാലം മുഴുവൻ നീളുന്ന ഒരു പ്രക്രിയയായിട്ട് അതിനെ കാണും. എം പി ചാക്കോ സാർ ഒരിക്കൽ പറയുമായിരുന്നു, ഐ ആം എ സ്റ്റുഡൻറ് ഓഫ് തിയോളജി. അദ്ദേഹം വേദപണ്ഡിതനാണ്, പക്ഷെ അദ്ദേഹം പറയുന്നത് ഐ ആം എ സ്റ്റുഡൻറ് ഓഫ് തിയോളജി. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു മനോഭാവം, എനിക്കിനിയും പഠിക്കുവാനും അറിയുവാനും ഉണ്ട്, ദൈവത്തെ കൂടുതൽ അറിയുവാനും ഉണ്ട്. മദർ തെരേസ പറഞ്ഞു, എനിക്ക് കൂടുതൽ കർത്താവിനെ എന്ത് ചെയ്യണം, അറിയണം. ഐ വാണ്ട് ടു നോ ജീസസ് മോർ. മദർ തെരേസ വേറൊരു വിശ്വാസത്തിലുള്ള ആളാണ്, പക്ഷെങ്കിൽ അവർ ചെയ്യുന്ന ഒരു ശുശ്രൂഷ നമുക്ക് ചെയ്യുവാൻ സാധിക്കത്തില്ല. അവർ ചെയ്തു വന്ന ഒരു ശുശ്രൂഷ നമുക്ക് ചെയ്യാൻ ഞാൻ അവരുടെ സെന്ററിൽ പോയിട്ടുണ്ട്. അവിടുത്തെ സിസ്റ്റേഴ്സൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കൽക്കട്ടയിൽ. മറ്റൊരു മിനിസ്റ്ററുള്ള ബന്ധത്തിൽ ഞാനൊരു കുഷ്ഠരോഗ കോളനിയിലും പോയതാണ്. അവിടെ അതിനോട് ബന്ധപ്പെട്ട് ചില സിസ്റ്റേഴ്സൊക്കെ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ ഞാൻ മനസ്സിലാക്കി. പക്ഷെ എനിക്കവിടെ 2 ദിവസം മാത്രമേ നിൽക്കുവാൻ തോന്നിയുള്ളൂ. അത്രമാത്രം അറപ്പുളവാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ വ്രണങ്ങൾ വെച്ച് കെട്ടുകയും അവരുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സമർപ്പണം, അത് യേശുവിനെ കൂടുതൽ അറിയുമ്പോൾ മാത്രമാണ് അതിന് നമുക്ക് സാധിക്കുന്നത്. പലപ്പോഴും പലരും ചെയ്യുന്ന സമർപ്പണത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് കഴിയത്തില്ല. പരിശീലനം, ദൈവം പല നമ്മെ ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള പരിശീലനം, അത് ഓൺഗോയിങ് ആണ്. അത് നമ്മുടെ ഏത് സ്ഥാനത്തായാലും വീണ്ടും വീണ്ടും ദൈവം നമ്മെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം എന്ന് ഈ പരിശീലനം തീരും എന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ ശുശ്രൂഷയുടെ അവസാനം വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ നമ്മെ പെർഫെക്റ്റ് ആയിട്ട് കർത്താവിന്റെ വേലയിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് ആ പരിശീലനം എന്ന് പറയുന്നത്. അത് ദൈവത്തിന്റെ ഒരു ഇടപെടലാണ്. ദൈവത്തിന്റെ ഇടപെടലില്ലാതെ നമുക്ക് ആ ഒരു ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. പഴയ നിയമത്തിലെ ദൈവഭക്തന്മാർക്ക് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ചില രംഗങ്ങളിലൊക്കെ നോക്കുമ്പോൾ അവർക്ക് വ്യവസ്ഥാപിതമായ പരിശീലനം തന്നെ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലെ അങ്ങനെയുള്ള പരിശീലനങ്ങൾക്ക് ഒന്നാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ കുടുംബത്തിലുണ്ടായിരുന്ന സ്ഥാനമാണ്. പ്രാഥമിക പരിശീലന കേന്ദ്രം പഴയ നിയമത്തിൽ കുടുംബമായിരുന്നു. കുടുംബത്തിലാണ് സ്വഭാവ രൂപീകരണത്തിനുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിരുന്നത്. മാതാപിതാക്കളായിരുന്നു കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിച്ച് പരിശീലിപ്പിച്ചത്. അതുകൊണ്ടാണ് ആ വിശ്വാസം നിന്റെ അമ്മയിലും വല്യമ്മയിലും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തിമോത്തിയോസിനോടൊക്കെ പറയുന്ന കാര്യം നമുക്കറിയാം. അതുപോലെ ആ കാലത്ത് മതസ്ഥാപനങ്ങൾ, സ്പിരിച്വൽ എൻറ്റിറ്റീസ് ഉണ്ടായിരുന്നു. ദേവാലയം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. സിനഗോഗുകൾ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. പ്രാർത്ഥനാ സ്ഥലങ്ങൾ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. അതുപോലെ റബിമാരുടെ പാഠശാലകൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു. അതൊക്കെ ഔപചാരികമായ പരിശീലനത്തിന്റെ ഭാഗങ്ങളായിരുന്നു. അപ്പോൾ പഴയ നിയമത്തിന്റെ പരിശീലന രീതി എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് പ്രോസസ് ആയിരുന്നു. അത് ഔപചാരികമായിരുന്നില്ല. അത് ദൈവത്തിന്റെ വിളിയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. രണ്ടാമത് ദൈവത്തിന്റെ പരിശീലനവുമായിട്ട്, ദൈവത്തിന്റെ ഇടപാടുകളുള്ള പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അപ്പൊ ഇതിന്റെ എല്ലാ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവം തന്റെ ദൗത്യത്തിന് വേണ്ടി, ഉദ്ദേശത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ലീഡേഴ്സിനെ കഴിവുറ്റവരായി ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നേതൃത്വ വികസനത്തിന്റെ മറ്റ് മാതൃകകൾ പുതിയ നിയമത്തിലുള്ളത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. പിന്നീട് നമുക്ക് ഒരു ദിവസത്തെ ക്ലാസ്സും കൂടെ ഉണ്ടാവും. അതോടെ നമുക്ക് ഈ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന്റെ, ലീഡർഷിപ്പ് പ്രിൻസിപ്പിൾസിന്റെ ക്ലാസ്സുകൾ നമുക്ക് ഈ സെമസ്റ്ററിലേത്
അവസാനിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.